ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഡി കെ ബ്രദർ എൻ്റെ കൂടെ അവിടെ താമസിക്കാനിടയായി കൃപാസനത്തിൽ. ബ്രദർ പോകാൻ നേരത്തെ ഞാൻ ചോദിച്ചു, വാട്ട് യു ഫെൽറ്റ്, നിനക്ക് എന്ത് അനുഭവപ്പെട്ടു കൃപാസനത്തിൽ വന്നപ്പോൾ? അപ്പോഴുടനെ ബ്രദർ എന്നോട് പറഞ്ഞു, ഡി കെ പറഞ്ഞത്, എൻ്റെ അമ്മയോടുള്ള ഭക്തി എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു സെമിനാരി വെച്ചു. ഞാൻ അയ്യോടെ നയിപ്പോയി. അത് സത്യമായ കാര്യമാണ്. സെമിനാരി വെച്ച് നമ്മൾ നല്ല കുടുംബങ്ങളിൽ നിന്ന് ചെന്നതിന് ശേഷം, നല്ല പ്രാർത്ഥനാ ചൈതന്യത്തോടെ ജീവിച്ച ശേഷം അവിടെ ചെന്നിട്ട് ഫിലോസഫിയും തിയോളജിയൊക്കെ പഠിച്ചു വരുമ്പോൾ, ഈ ഐഡിയലിസം കയറി വരുമ്പോൾ ആധ്യാത്മികത പെട്ടെന്നിങ്ങനെ നമ്മുടെ കുടുംബത്തിനൊരു ആധ്യാത്മികതയുണ്ട്. അതാണ് നമ്മുടെ സഭയുടെ കരുത്തെന്ന് പറയുന്നത്. അത് അച്ഛന്മാരുടെ ആധ്യാത്മികത അല്ലത്. കുടുംബത്തിലെ പാരമ്പര്യമുള്ള മാതാപിതാക്കന്മാർ കൈമാറി വന്നൊരു ആധ്യാത്മികതയുണ്ട്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടായിട്ടും കാര്യമില്ല. ഈ ദിവസങ്ങൾ ഇവിടെ ഇസ്ക്രിമാനായിട്ട് തിരഞ്ഞെടുത്ത ഒരു സഹോദരൻ എൻ്റെ വാട്സപ്പിലൊരു സന്ദേശം തന്നു, അച്ഛാ എനിക്ക് മാതാവിൻ്റെ മടിയിലിരിക്കാൻ ഒരു ദൈവവിളി കിട്ടിയെന്ന്. ഞാൻ തന്നെ വളരെ ചെറുപ്പക്കാരനായ മിടുക്കൻ തുമ്പളിക്കാരനാണ്. ആ നിസ്ക്രിമാനായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് മാതാവിൻ്റെ മടിയിലിരിക്കാൻ ഒരു ദൈവവിളി കിട്ടി. ദാറ്റ് മീൻസ് ആ ബന്ധം എന്നൊക്കെ പറയണത് അല്ല എന്നെ ഇസ്ക്രിമാനായി തിരഞ്ഞെടുത്തു എന്നല്ല പറയണത്, മറിച്ച് അമ്മയുമായിട്ടുള്ള ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയെന്നാണ്. അതിപ്പോഴത്തെ ഈ തലമുറ ചെറുപ്പക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജയിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ കാര്യം എന്താണ്? നമ്മുടെ തലമുറയിലേക്ക് മാതൃഭക്തി, നമ്മുടെ വിശുദ്ധ പാരമ്പര്യം കൈമാറുന്നതിൽ തുമ്പോളി സമൂഹം വിജയിച്ചു എന്നതിൻ്റെ അർത്ഥം. കാര്യം പോർട്ടുഗീസുകാർ, അതായത് നമുക്കറിയാം, ഞാൻ സാൻ ഗാബ്രിയേലോ, അതാണ് വാസ്കോ ഡ ഗാമയുടെ കപ്പലിൻ്റെ പേര്. കപ്പാട് വന്ന് മുട്ടുന്നത് സാൻ ഗാബ്രിയേലോയാണ്. സാൻ ഗാബ്രിയേലോ ആദ്യമായിട്ടും പോർട്ടുഗീസിന് പോകുമ്പോൾ 6 മാസം കഴിഞ്ഞാണ് നമ്മുടെ തീരത്ത് വരണത്. നമ്മുടെ തീരത്ത് വരുമ്പോൾ ഈ എവിടേക്കാണ് പോണത്, ഇന്ത്യ എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ, എവിടെ ചെന്നാൽ എന്ത് സംഭവിക്കും, നോ ഐഡിയ. വാസ്കോ ഡ ഗാമയ്ക്ക് നോ ഐഡിയ. പറഞ്ഞു കേട്ട കുറച്ച് ഐഡിയ ഉള്ള ആദ്യമായിട്ട് വരുന്ന മനുഷ്യനാണ്. പക്ഷേ ഈ സാൻ ഗബ്രിയോളിൻ്റെ മുമ്പിൽ കാണിക്കുന്നത് അഭിനോത്ഭവ മാതാവാണ്, നമ്മുടെ തുമ്പളി മാതാവാണ്. അതായത് അതാണ് നമ്മുടെ പൂർവികരും ചരിത്രം എങ്ങനെ സൃഷ്ടിച്ചത്. മറിയത്തിൻ്റെ കൂടെയാണ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ല വേറെ ആരുടെ കൂടെയല്ല. സഭയ്ക്കൊരു ചരിത്രമുണ്ടെങ്കിൽ അത് സൃഷ്ടിച്ചതാണെങ്കിൽ അത് മറിയത്തിൻ്റെ കൂടെ സൃഷ്ടിച്ചിട്ടുള്ള ഐതിഹാസികമായ വിശ്വാസ വക്താക്കളുടെ അവശേഷിച്ചിട്ടുള്ള പാരമ്പര്യമാണ് നമ്മൾ തുടരണത്. അത് ഗോവയിലെ മാതിരെ ദേവസ്വം തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളാറപ്പാടത്തമ്മ, തുമ്പോളി മാതാവ്, വിഴിഞ്ഞത്തമ്മ, അതുപോലെ തന്നെ വേളങ്കണ്ണി മാതാവ്, ഈ ഇന്ത്യയുടെ എല്ലാ അതിരുകളിലും ഈ വിശ്വാസ സമൂഹം മാതാവിൻ്റെ തിരുസ്വരൂപം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് അവർ വാസ്കോ ഡ ഗാമ വന്ന് എത്തുമ്പോൾ തന്നെ കയ്യിലൊരു പ്ലേറ്റാണ്. നമ്മുടെ ഗുണ്ടട്ടിൻ്റെ കേരളപ്പഴിമയിൽ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ആ അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ. വാസ്കോ ഡ ഗാമ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹം നെഞ്ചിൽ ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, മുഴുവൻ ഗോൾഡ് ബ്രസ്റ്റ് പ്ലേറ്റാണ്. ഇത് ബ്രസ്റ്റ് പ്ലേറ്റ് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാതാവിൻ്റെ രൂപമാണ്. മാതാവിൻ്റെ രൂപം ഒരു 3 കിലോ ഉള്ള മാതാവിൻ്റെ രൂപം ഒരു പ്ലേറ്റിൽ കെട്ടിത്തൂക്കിയാണ് ഈ മനുഷ്യൻ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യണത്. എന്താ കാര്യം? എനിക്ക് മുമ്പേ പോകേണ്ടത് അമ്മയാണ്. 700 കൊല്ലം പോർട്ടുഗീസ് തുർക്കികളുടെ ഭരണത്തിലുണ്ടായിട്ട് പോലും, അവിടെ ഫാത്തിമ എന്നുള്ള സ്ഥലം പോലും ഉണ്ടായിട്ട് പോലും ഒരൊറ്റ മനുഷ്യനെ അവർക്ക് കിട്ടാതെ വിശ്വാസം, കത്തോലിക്ക വിശ്വാസം നിലനിർത്തിയതിൻ്റെ പേരിൽ ഈ അമലോത്ഭവ മാതാവിന് ചരിത്രപരമായ ഒരു ദൈവിക നിയോഗമുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയണത് ഈ അമലോത്ഭവ മാതാവിനെ 1000 കൊല്ലം പോർട്ടുഗീസുകാർ സഭയുടെ ഒരു അനുവാദവും ഇല്ലാതെ അവർ സ്വന്തമായിട്ട് ആഘോഷിച്ച് നടന്നൊരു ആധ്യാത്മികതയാണ്. അവർ 1000 കൊല്ലം എന്താണ് സർപ്പത്തിൻ്റെ തലയ്ക്ക് ചവിട്ടുന്ന ഒരു ദൈവത്തിൻ്റെ മകള്, ദൈവമാതാവിൻ്റെ ഒരു രൂപം അവർക്ക് ആദ്യമായി വെളിപാട് കിട്ടിയൊരു സമൂഹമാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടാണ് ലോകത്ത് മുഴുവനും പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം സഭ തെക്കേ അമേരിക്കയിലും മറ്റെല്ലാ രാജ്യങ്ങളിലും ചെന്നിട്ട് വീണ്ടും പടുത്തുയർത്തപ്പെട്ടതും വീണ്ടും തളർത്തതും വീണ്ടും വളർന്നതുമെല്ലാം ഈ മരിയൻ ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ്. ദൈവവേദലെ, ഞാൻ നിൻ്റെ വിനയത്തോട് നിന്നോട് അപേക്ഷിക്കുകയാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ സഭയുടെ ചരിത്രത്തിൽ മാത്രമല്ല, ഒരു വ്യക്തിയുടെ വിശ്വാസ്യതയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ ചരിത്രത്തിലും നമ്മൾക്കൊരു ഈടറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ തിരക്കാനും അന്വേഷിക്കാനും നമ്മുടെ കാര്യങ്ങൾ പറയാനും പറയേണ്ടടുത്ത് സ്വാധീനം ചെലുത്തിക്കൊണ്ട് നടപ്പിൽ വരുത്താനും നമുക്ക് മറിയത്തെ തന്നിരിക്കുന്നത് ഈശോയാണ്. ഈശോ മറിയത്തെ തരുമ്പോൾ അവൻ നഗ്നനായിരുന്നു. ഈശോ നമ്മൾ മറിയത്തെ തരുമ്പോൾ അവൻ രക്തപങ്കിലായിരുന്നു. അവനൊരു വിറച്ചിയായിട്ട് വിറകെ തൂങ്ങുന്ന സമയത്ത് ഇല്ലാത്ത ശ്വാസം ഉണ്ടാക്കിയാണ് പറഞ്ഞത്, ദിസ് ഈസ് യു ബിഹോൾഡ് യുവർ മദർ, ഇതാണ് നിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തെ മുക്കിയിട്ട് നമുക്ക് അമ്മയെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് അന്ന് മുതൽ യോഹന്നാൻ പറയും, അന്ന് മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വന്തം ഭവനം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം.
ഇന്ന് വരെ മറിയത്തെ ദൈവമാതാവായിട്ട് നമ്മുടെ ഭവനത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ സ്വന്തം ഭവൻ. അതാണ് വിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളെ നിലനിർത്തുവാനും സംരക്ഷിക്കാനും അതിൻ്റെ അരൂപിയിൽ നിലനിർന്ന് വളർന്നു പോകുവാനും നമ്മൾക്ക് ദൈവവും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ സാമ്രാട്ടുകളും നമുക്ക് പകർന്നു തന്നിരിക്കുന്ന അതേ ചൈതന്യം കെടുത്താതെ സൂക്ഷിക്കുവാൻ അടുത്ത തലമുറ കൈമാറുവാനും തിരുനാൾ നമ്മളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. യേശുവേ യേശുവേ നന്ദി. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ഞാൻ എറണാകുളത്ത് വൈറ്റ് ലൈനിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 മുതൽ ഉടമ്പടി എടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിന്ന് സാക്ഷ്യം പറയാൻ വന്നേക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. ഇതാണ് അമ്മ, ഇത് അച്ഛൻ, ഇത് മോനാണ്. അപ്പോൾ അമ്മ ഉടമ്പടി 2021-22 മുതൽ അമ്മ ഉടമ്പടിയിലിരിക്കുന്ന ആളാണ്. ഉടമ്പടിയിലിരിക്കെ തന്നെയാണ് അമ്മയ്ക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 12 പനിയായിട്ടാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഡെങ്കി ആണെന്നാണ് പറഞ്ഞത്. 12 ഹോസ്പിറ്റലിൽ കാണിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. പക്ഷേ 14 അമ്മയ്ക്ക് ഒട്ടും വയ്യാഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ അവർ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ് കാണിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഡെങ്കിയും അതുപോലെ തന്നെ കൗണ്ട് മാത്രമാണ് അവർ നോക്കിയിരുന്നത്. പക്ഷെ അമ്മ ഓരോ ദിവസം കഴിയുന്നതോറും അമ്മയുടെ സിറ്റുവേഷൻ ഒത്തിരി മോശമായിക്കൊണ്ടിരിക്കുമായിരുന്നു. അതായത് വയറൊത്തിരി വന്ന് വീർക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും ശ്വാസം ഒട്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ആ സാഹചര്യത്തിൽ ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ പറഞ്ഞത് അമ്മയുടെ സിറ്റുവേഷൻ ഒത്തിരി മോശമാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഒരു റിക്കവറി ഓപ്ഷൻ ആളെ പ്രതീക്ഷിക്കേണ്ടെന്ന് തന്നെയാണ് നമ്മളവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു 24 മണിക്കൂറാണ് അവർ നമുക്ക് തന്നത്. 24 മണിക്കൂർ സമയത്തിനുള്ളിലേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇപ്പം മരുന്ന് കയറ്റുന്നുണ്ട്, അത് സക്സസ് ആയാൽ മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ നാളെ നേരം വെളുത്ത് വെൻറ്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ അനിയനെയും മോനെയും കൊണ്ട് അവർക്കും പനിയായിട്ട് ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. സാഹചര്യത്തിൽ ഞാൻ ഒത്തിരി മാതാവിനെ വിളിച്ച് മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ച് നേരം വെളുക്കുന്നത് വരെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത് മരുന്ന് ഓക്കെ ആയി പ്രവർത്തിച്ച് തുടങ്ങി, അമ്മയ്ക്ക് വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒത്തിരി അനുഗ്രഹം മാതാവ് തന്നു. ആ സാഹചര്യത്തിൽ ഒത്തിരി മാതാവിനോട് നന്ദി പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഒരാഴ്ചയോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ICUവിൽ തന്നെ അഡ്മിറ്റായിരുന്നു. പക്ഷെ അതിനുശേഷം റൂമിലോട്ട് മാറ്റിയെങ്കിലും അമ്മയുടെ ലിവർ 90% ഡാമേജാണ്. റിക്കവറി ഓപ്ഷൻ ലിവറിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ട, ഇനി അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർ പറയുന്നത് സെപ്റ്റംബർ 30 അന്നൊരു 12 മണി സമയത്ത് ഞാനും അനിയനും ഡോക്ടർ ഇത് പറഞ്ഞ ഉടനെ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനാണ് തോന്നിയത്. അമ്മയുടെ മണ്ണിൽ ചവിട്ടി ഞാൻ ഇവിടെ വന്ന് ഈ നടയിൽ അമ്മയുടെ സർട്ടിഫിക്കറ്റും കാരണങ്ങളും സ്കാനിങ് റിമോട്ടൊക്കെ വെച്ചിട്ട് ഒത്തിരി കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ച് വേണമെന്ന് തന്നെ, തിരിച്ച് തന്നാലേ ഞാനിവിടുന്ന് പോകുമെന്ന് തന്നെ മാതാവിനോട് ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഫലമായിട്ട് അന്ന് രാത്രി വീട്ടിൽ ചെന്ന് മാതാവിൻ്റെ ഉടമ്പടി തിരി കത്തിച്ച് വെച്ച് ഒത്തിരി നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രാവിലെ അപ്പയെ വിളിച്ചപ്പം ഹോസ്പിറ്റലിൽ നിന്ന് രാത്രി അമ്മയ്ക്ക് ഉറക്കത്തിൽ മാതാവിനെ സ്വപ്നം കണ്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അമ്മയ്ക്ക് ഒരു പൊക്കമുള്ള ഒരു ഗ്ലാസ്സിൽ അമ്മ ഒരു മഞ്ഞ വെള്ളം അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അമ്മയുടെ കൈയൊക്കെ അതുവരെ അമ്മ എണീറ്റിരിക്കത്തൊന്നും ഇല്ലായിരുന്നു, എപ്പോഴും കിടപ്പ് തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം അമ്മ ഹോസ്പിറ്റലിൽ പതുക്കെ നടക്കാനും എണീറ്റിരിക്കാനും ഒക്കെ തുടങ്ങി. ആ ഒരു ദിവസത്തിന് ശേഷം അമ്മയുടെ ലിവറിൻ്റെ ഫങ്ഷനിങ് എല്ലാം ഡോക്ടർമാരെ റിക്കവറി പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞാൽ ലിവർ ഫങ്ഷനിങ് എല്ലാം കുറഞ്ഞ് നോർമലായി തുടങ്ങി. ഞങ്ങളൊരു 1.5 മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. കഴിഞ്ഞ ഒരു മാസമാണ് ഞങ്ങൾ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നിരുന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടി തിരിച്ചു പോയി. കഴിഞ്ഞ നവംബർ 7 അമ്മയുടെ ലാസ്റ്റ് ചെക്കപ്പായിരുന്നു. ലിവർ പരിപൂർണമായിട്ട് സൗഖ്യമായിട്ട് ഇപ്പം അമ്മയ്ക്ക് ഒരു മെഡിസിനും ഇല്ല. നോർമലി ഷുഗറിൻ്റെയും അതുപോലെ തന്നെ BP-യുടെയും ഗുളികയല്ലാതെ അമ്മ ലിവറിൻ്റെ കംപ്ലൈൻ്റ് ഉള്ള ഒരു ഗുളികയും അമ്മയ്ക്കിപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ഡോക്ടർമാർ നമ്മളോട് വലിയ മിറക്കിളാണ് അമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അതായത് അവരുടെ ഇത്രയും നാളത്തെ സർവീസിൽ ഇത്രയും കൂടിയൊരു ഡെങ്കി ഫീവർ ഇത് ഫസ്റ്റാണ് അവർ കാണുന്നത്. ലിവർ ഒരിക്കലും സാധാരണ രീതിയിലോട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. ഭയങ്കര മിറക്കിളാണ് അമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്നാണ് അവർ പറഞ്ഞത്. അമ്മയും തിരുക്കുമാരനും ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടിയും നന്ദി ഞാൻ പറയുന്നു. അമ്മയ്ക്ക് അതുപോലെ തന്നെ അമ്മ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്താണെങ്കിലും കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് ഹോസ്പിറ്റൽസിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ അമ്മ തന്നെ വെച്ച് ഓരോ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. പത്രവും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അനാഥാലയങ്ങളിൽ നമ്മൾ മാസത്തിൽ വസ്ത്രങ്ങൾ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ച എല്ലാ ദിവസവും കുർബാനകളിലും ഉടമ്പടിയിലിരിക്കുന്നപ്പോൾ എല്ലാ ദിവസവും അമ്മ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അതുപോലെ തന്നെ കുമ്പസാരവും ഒക്കെ ഞാനും അമ്മയും ആണെങ്കിലും ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോഴും കാരുണ്യ
പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചോറ് കൊടുക്കുകയും അതുപോലെ തന്നെ പത്രം ഹോസ്പിറ്റലുകളിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 40:1. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവിചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ജാസ്മിൻ എന്ന ഈ സഹോദരി അമ്മയുടെ അതിഗുരുതരമായ രോഗാവസ്ഥയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് മരണവക്കിൽ നിന്നും അമ്മയെ തിരികെ ലഭിച്ചതിൻ്റെ സന്തോഷത്തോടു കൂടിയാണ് ഈ മകൾ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഡോക്ടർമാർ പോലും തിരികെ ലഭിക്കുവാൻ ഏറെ ക്ലേശകരമാണെന്നും തിരികെ ലഭിച്ചാൽ തന്നെ അത് ലിവറിൻ്റെ ഫങ്ഷൻ നോർമലാവുക പ്രയാസകരമെന്നും അറിയിക്കുമ്പോഴും വളരെ ഗുരുതരമായ ഡെങ്കു ഫീവർ പ്രയാസത്തിലൂടെ കടന്നുപോയ അമ്മയെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നിരന്തരം ജപമാല ചൊല്ലിയും വിശ്വാസ പ്രമാണം ചൊല്ലിയും കാശുരൂപം കരങ്ങളിൽ പിടിച്ചുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചതിലൂടെ ഓരോ ദിവസവും രോഗം കുറഞ്ഞു വരികയും ലിവർ ഫങ്ഷൻസ് സാധാരണ നിലയിലാവുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധമ്മയുടെ ഒരു സാന്നിധ്യത്തെയും കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ ഒരു സ്വപ്നം കാണുന്നതിനെക്കുറിച്ചും ഒരു ഗ്ലാസ് നിറയെ പാനീയം ലഭിക്കുന്നതിനെക്കുറിച്ചും അതിനുശേഷം അത് ലിവർ ഫങ്ഷൻ നോർമലാകുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടുന്നതിനെക്കുറിച്ചുമാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി ജീവിതം നമുക്കെപ്പോഴും ഏറ്റവും ഗുണകരമായ രീതിയിൽ മറ്റുള്ളവർ നമ്മളെ ഭയപ്പെടുത്തുമ്പോഴും പ്രത്യാശയോടുകൂടി ജീവിതത്തെ നേരിടുവാൻ ഉറപ്പ് തരുന്ന രീതിയിൽ, ശക്തി തരുന്ന രീതിയിൽ നമ്മളെ സഹായിക്കാറുണ്ട്. അതാണ് ഈ മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത്. വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്നും ലിവർ ഫങ്ഷൻ നേരെയാവില്ലെന്നും ഗുരുതരമായ രോഗാവസ്ഥയാണെന്നും ഒക്കെ പറയുമ്പോൾ ആകെ ഈ ഗുരുതരമായ അവസ്ഥയിൽ ആർക്കും പ്രതീക്ഷ തരുവാനില്ലാത്ത നിമിഷങ്ങളിൽ പരിശുദ്ധ കൃപാസന മാതാവിന് മാത്രമേ കൂടെ വരുവാനും രോഗാവസ്ഥയെ സൗഖ്യത്തിലേക്ക് നയിക്കുവാനും ഇപ്പോഴുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്തു തരുവാനും സാധിക്കൂ എന്നത് ഉടമ്പടി ജീവിതത്തിലായിരിക്കുന്നവരുടെ വലിയ ഒരു ബോധ്യമാണ്. ഉടമ്പടിയിലായിരിക്കുന്നവർ, ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നിർവഹിക്കുന്നവർക്ക് കിട്ടുന്ന വലിയ ഉറപ്പാണ് പരിശുദ്ധ കൃപാസന മാതാവ് ഇവിടെ അർപ്പിക്കപ്പെട്ട കോടിക്കണക്കിന് ജപമാലകളുടെ സിദ്ധികളാൽ, ഇവിടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട ആയിരക്കണക്കിന് ദിവ്യകാരുണ്യ ആരാധനയുടെ ശക്തിയാൽ, ഇവിടെ നിരന്തരം അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ചൊല്ലുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളുടെ കൃപകളാൽ ഏതൊരു വലിയ ഗൗരവമുള്ള വിഷയത്തിനും അമ്മ മാതാവ് ഏറ്റെടുത്ത ഉത്തരം നൽകി, പ്രശ്നത്തിന് പരിഹാരം നൽകി സൗഖ്യത്തിലേക്ക് നയിക്കുമെന്ന് മകൾ ആ ഒരു പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചു. കുടുംബം ഒരുമിച്ച് വലിയ സന്തോഷത്തോടുകൂടി അമ്മ പൂർണ്ണാരോഗ്യത്തോടുകൂടി അൾത്താരയിൽ നിന്ന് അമ്മ മാതാവിന് നന്ദി പറയുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ വീട് കോട്ടയം ജില്ലയിലാണ്, പൊൻകുന്നത്താണ്, രാധാദേവി അന്തർജനം. ഞാനൊരു ബ്രാഹ്മണ സ്ത്രീയാണ്. ഞാൻ വൈകിയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വരാൻ പറ്റത്. എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. മരണം വരെ ഞാൻ ഇനി ഈ ഉടമ്പടി തന്നെ മുമ്പോട്ട് പോകുമെന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യമാണ്. ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയാണ്. ഉടമ്പടി എടുത്ത് ഞാൻ യൂട്യൂബ് വഴി ഉടമ്പടി എടുത്തു. ഈ പള്ളിയെപ്പറ്റി എനിക്ക് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു മുഖാന്തരം ഞാൻ അറിഞ്ഞു. യൂട്യൂബ് വഴി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. സായാജ്ഞ പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്കൊരു ജോലി, നല്ലൊരു ജോലി, എൻ്റെ ഇതിൽ അനുസരിച്ച് എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ആ ജോലി ഞാൻ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. ആ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥന മുടങ്ങിയും കഴിഞ്ഞു. പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരണമെന്നുമില്ല, വരാമെന്നും പറഞ്ഞാണ് ഞാൻ അമ്മയോട് അപേക്ഷിച്ചത്. പക്ഷേ ജോലി കിട്ടിയിട്ട് എനിക്ക് ഇതിരിക്കാൻ 2 അവധിയുള്ളായിരുന്നു എനിക്ക് മാസം. പക്ഷേ എങ്കിലും ഞാൻ 2 അവധി ഉണ്ടായിട്ട് ആ അവധിയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി എൻ്റെ കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്താനുള്ള എനിക്ക് കിട്ടി. ഞാൻ എന്നിട്ട് അമ്മയെ കാണാനുള്ള വൈകി ഞാൻ വരാൻ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അമ്മയെ വിളിച്ച് എന്നിട്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അമ്മയെ വിടുന്നില്ല, കൈവിടുന്നില്ല. എങ്കിലും എനിക്ക് ഞാൻ കൂടുതലായിട്ട് അമ്മയെ അഭയം പ്രാപിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാപിച്ച് വീണ്ടും എനിക്കൊരു ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞിട്ടും ആ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു ഇത്. അപ്പം എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജോലി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. 15 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ട് പിരിഞ്ഞ് 15 വർഷമായിട്ട് അവർ കാണാതെ നിന്നൊരു
കുട്ടിയാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് ഞങ്ങൾക്ക് എങ്ങും കിട്ടുകയെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ മാതാവിൽ ഈ യൂട്യൂബ് വഴി പ്രാർത്ഥിച്ച് പറഞ്ഞു, മാതാവ് ഞങ്ങൾക്ക് 2 പേർക്കും ഈ കഴിഞ്ഞ 23 ജനുവരി മാസം 30-ാം തീയതിക്കുള്ളിൽ ഞങ്ങളെ ജോലിക്ക് വേണ്ടി ഞങ്ങളെ 2 പേരെയും കൂടെ ഒരിടത്ത് വിളിക്കണേ മാതാവ്, ഞങ്ങളവിടെ വരാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റിൽ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി കിട്ടിയത്. ആ ജോലി കിട്ടിയിട്ടും ഞാൻ ആ ജോലിയാണ് ഈ മാതാവിലേക്ക് ഞാൻ വന്നില്ല. മാതാവിനെ ഞാൻ മറന്നു. ഞങ്ങൾ 2 പേരും മറന്നു. ആദ്യം അവൾ ആ ജോലിയിൽ നിന്ന് പോയി, ഞാനും ആ ജോലിയിൽ നിന്ന് പോയി. എനിക്കിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല, മുടങ്ങിപ്പോയി. അങ്ങനെ നിന്ന് കഴിഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് വീണ്ടും ഒരു ജോലി ഇപ്പം കിട്ടി. അതിലും വലിയൊരു നല്ല ജോലിയാണ് കിട്ടി. മാതാവിനെ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ആ ജോലി മുമ്പോട്ട് പോയിട്ടും ഞാൻ മാതാവിനെ ഞാൻ മറന്നെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിങ്ങോട്ട് വരണമെന്നുള്ള ആ ഒരു ഇത് തോന്നുന്നില്ല. എന്തോ എനിക്ക് സമയം കിട്ടുമ്പം ഞാൻ നന്മ നിറഞ്ഞവരെ ചെല്ലും, ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും, അത്രമാത്രം. അല്ലാണ്ട് വലുതായിട്ടുള്ള ഒരു ഇത് വെക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം അങ്ങ് ചെയ്യുക. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ആഗസ്റ്റ് മാസം 29-ാം തീയതി എൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു 7,000 രൂപയോളം നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു, എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു. ഞാനിത് ടെക്സ്റ്റ് മെസ്സേജ് നോക്കിയപ്പം ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അവർ സർവീസ് ചാർജ് 1 വർഷത്തെ പിടിച്ചതാണെന്നാണ് ആ മെസ്സേജ് കണ്ട്. ഞാൻ അന്നേരം തന്നെ ബാങ്കിലേക്ക് വിളിച്ചപ്പോൾ പറയുന്നത് ഇങ്ങനെ കാർഡിൻ്റെയാണ്. അപ്പം ഞാൻ ആ കാർഡ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാലാവധി 30 വരെയുണ്ട് ആ കാർഡിൻ്റെ കാലാവധി. അപ്പം ഞാൻ ബാങ്കിൽ വിളിച്ചു പറഞ്ഞ കാർഡ് ക്യാൻസലാക്കിയാലേ ഇതുള്ളൂ, അപ്പം പൈസ തിരിച്ച് കിട്ടുവരാം. ഞാൻ പറഞ്ഞു വേണ്ട, തിരിച്ച് കിട്ടണ്ട, എനിക്ക് ആ കാർഡ് ഒന്ന് ക്യാൻസലാക്കി തന്നാൽ മതിയെന്ന്. അങ്ങനെ അതിപ്പം പറഞ്ഞു മേഡം ഇവിടെ വന്ന് ക്യാൻസലാക്കിയാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ ഓണത്തിൻ്റെ 19-ാം തീയതി വെക്കേഷന് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ പോയി അത് ക്യാൻസലാക്കാനായിട്ട് അവിടെ ചെന്നു. ക്യാൻസലാക്കാനായിട്ട് ചെന്നപ്പം നവംബർ മാസം ചെല്ലാനാണ്, ഒക്ടോബർ 3-ാം തീയതി ക്യാൻസലാക്കി തരും, അന്നേരം അവിടെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ 3-ാം തീയതി ചെന്ന് കഴിഞ്ഞപ്പം പറയുന്നത് അത് ശരിയായിട്ടില്ല, പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. 4-ാം തീയതി 4-ാം തീയതി ചെന്ന് കഴിഞ്ഞപ്പം കാർഡ് അവർ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 6,000 രൂപയോളം ക്രെഡിറ്റ് കാർഡ് എടുത്ത് ആരോ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു. അതിന് പെട്ടെന്ന് എനിക്കൊരു ഇതായി, ഞാൻ കാർഡ് ക്യാൻസലാക്കാൻ കൊടുത്തതാണ്, എന്നിട്ട് ഈ പൈസ ഇത്രയും പോയി. അപ്പം ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് എന്തോ എനിക്കൊരു ഭയങ്കരമായിട്ട്, അന്നേരം ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ നേർച്ച വസ്തു എൻ്റെ കാശി രൂപ എൻ്റെ കയ്യിലുണ്ട്. നേരത്തെ ഞാൻ ഉടമ്പടി എടുത്ത് പോയതാണല്ലോ. അപ്പോൾ ഈ കാശി രൂപമായിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് അവർ ക്യാൻസലാക്കി തരാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇത്രയും രൂപ നഷ്ടപ്പെട്ടു, അങ്ങോട്ട് ആ ക്യാഷ് അടയ്ക്കാതെ ഈ കാർഡ് ക്യാൻസലാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ അച്ഛനും എൻ്റെ റിലേഷനും എല്ലാവരും എന്നെ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് അങ്ങ് കരയുക. അപ്പോൾ അവർ പറയുന്നത് നിയമപരമായിട്ടാണ്, ഞാൻ കാർഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ID പ്രൂഫ് ഇട്ടാണ് ക്യാഷ് എടുത്തേക്കുന്നത്. ഞാനിത് അടച്ചെങ്കിലല്ലേ 60,000 രൂപയും അതിൻ്റെ പലിശയും കൂടെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അപ്പം ഞാൻ ജോലി സ്ഥലത്തുകൊണ്ടാണ് രാവിലെ ഞാൻ 4-ാം തീയതി അവിടെ കോട്ടയത്ത് വരുന്നത്. ബാങ്കിൽ വന്നു, വൈകുന്നേരത്തെ 8 മണിയായപ്പോൾ എനിക്ക് അവിടെ ചെല്ലണം. ഞാൻ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 2 ദിവസം ഞാൻ വല്ലാത്തൊരവസ്ഥ ഞാൻ നിൽക്കും. എന്താണെന്നുള്ള എനിക്ക് ജോലിയിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല, ഹോസ്റ്റൽ ഫീസ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരുന്നു. അന്നേരം അവിടെ നിന്ന് മേഡത്തിനോട് ഞാൻ പറഞ്ഞു, മേഡം ഞാൻ 6-ാം തീയതി ഞാൻ പറഞ്ഞു, മേഡം ഞാൻ വീട്ടിൽ പോവാം, 7-ാം തീയതി മേഡം ഞാൻ നാളെ വീട്ടിൽ പോവാണ്, എനിക്ക് വീട്ടിൽ പോകണം, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പരിഹരിച്ചിട്ട് ഞാൻ വരുന്നുള്ളൂ എന്ന്. അന്നേരം മേഡം എന്നോട് മോളെ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് പോകണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം എന്ന്. അങ്ങനെ ഇപ്പം 7-ാം തീയതി വൈകുന്നേരം ഞാൻ എൻ്റെ അനിയത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോകാണെന്നപ്പം എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി വീട്ടിലും പോകണ്ട, ബാങ്കിലും പോകണ്ട, ഇനിയും ചേച്ചി വേഗം കൃപാസനത്തിലേക്ക് പോയി ഉടമ്പടി എടുത്തു. ചേച്ചി ഉടമ്പടി എടുത്ത് ഉഴപ്പി എൻ്റെ ആണെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഓണത്തിന് ചെന്നപ്പോഴും ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്ത ബുക്ക് നോക്കിയിട്ട് കണ്ടില്ല, ഉടമ്പടി എവിടെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ വീണ്ടും ഇവിടെ വന്ന് പുതിയതായിട്ടൊരു ഉടമ്പടി എടുത്തു. 8-ാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. 8-ാം തീയതി ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഞാൻ അന്നേരം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് രാവിലെ ഉടമ്പടി എടുക്കാനായിട്ട് നവംബർ 8-ാം തീയതി ഞാൻ ഇവിടെ വരുന്നു. ഉടമ്പടി എടുക്കാൻ രാവിലെ വന്നു കഴിഞ്ഞപ്പം ഉടമ്പടി എടുക്കാൻ വരുന്ന ഒരാൾക്ക് ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രം മതിയല്ലോ, സാധാരണ വേറെ ഒന്നും വേണ്ട, പൈസ മതി. ഞാൻ 2 പ്രാവശ്യം ഞാൻ എൻ്റെ അലമാര തുറന്നിട്ടും വീണ്ടും ഞാൻ എന്ത് ചെയ്തു, എനിക്കെന്തോ മാതാവ് എന്നെ തോന്നിക്കുന്നതായിരിക്കാം എന്നല്ലാണോ ഇപ്പോഴെനിക്കത് തോന്നുന്നുണ്ട്. ഞാൻ ആ ബാങ്കിലെ പാസ്ബുക്കും ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പരും എന്നെ വിളിച്ച കോളുകളും എൻ്റെ ആ സാറിൻ്റെ നമ്പറുകളും എല്ലാം എടുത്ത് ഞാൻ എൻ്റെ ഈ ബാഗിനകത്ത് സുരക്ഷിതം വെച്ചിട്ട് ഞാൻ ഇതും കൊണ്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഇവിടെ ഞാൻ രാവിലെ വന്നു, എൻ്റെ കൂടെ എനിക്ക് വഴി അറിയത്തില്ലായിരുന്നു എറണാകുളത്ത് നിന്ന് വരാൻ. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അമ്മയെ കിട്ടി, ഇങ്ങോട്ട് വരാനാന്ന് പറഞ്ഞാൽ അമ്മയും ഞാനും കൂടെ ഒരുമിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്ന് അമ്മ ഉടമ്പടി എടുക്കാൻ അല്ല, അമ്മ പ്രാർത്ഥിച്ചു, അമ്മയങ്ങ് പോയി. ഞാനിവിടെ വന്ന് ടോക്കൺ എടുത്തു. ഇത്രയും
ആൾത്തിരക്കല്ല ഭക്തജനങ്ങളെന്ന് പറയാം ഞങ്ങളുടെ ഇതിൽ. അപ്പം ഇത്രയും ആൾക്കാരുള്ള ഇടത്ത് നമ്മൾ സാധാരണ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാൽ പോലും ഒരു ഫോൺ വിളിച്ചാൽ കേൾക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ ഇതിനും നല്ല തിരക്കുള്ള സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്ത് അങ്ങോട്ട് നീങ്ങിയപ്പോൾ എനിക്കൊരു കോൾ വരുന്നു. ആ കോൾ ആദ്യം എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് വീണ്ടും ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുവാണ്, ഇന്നപോലെ മേഡത്തിൻ്റെ ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ചാണ്, അതിൻ്റെ അന്വേഷണത്തിന് വിളിക്കുവാണെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എനിക്കിനി ഇതൊന്നും പറയാനില്ല, എൻ്റെ കാർഡ് എങ്ങനെയും ക്യാൻസലാക്കി തന്നാൽ മതി. അത് മേഡത്തിൻ്റെ കാർഡ് നമ്പരൊക്കെ പറ, അത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ എന്ന് പറഞ്ഞു. അത് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതിനു മുമ്പ് ഞാൻ സൈബറിൽ കൊണ്ട് പരാതി കൊടുത്തപ്പോഴും പറഞ്ഞ കോടികൾ നഷ്ടപ്പെട്ടു പോയവരുടെ ഉണ്ട് പൈസ, അത് മേഡത്തിന് കിട്ടുമെന്നില്ല, പിന്നെ കംപ്ലയിൻറ്റ് കൊടുത്തിടാം, കാർഡ് ലാസ്റ്റ് എന്തെങ്കിലും ഇത് വരുമ്പം മേഡം കംപ്ലയിൻറ്റ് കൊടുത്തെന്നുള്ള ഒരു ഇതുണ്ട്, അങ്ങോട്ട് ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലേ വേണ്ട. ഈ 60,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നടക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നെഗറ്റീവായിട്ടാണ് വിട്ടത് ഞാൻ. പക്ഷേ അനിയത്തി പറഞ്ഞവരാണ് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് മാറിയപ്പോഴേ എനിക്ക് വിളി വന്നു ഞാൻ ഉടമ്പടിക്കകത്ത് ആദ്യം വെച്ചത്. അന്നേരം എനിക്ക് തോന്നി എൻ്റെ മാതാവ് എന്നിൽ അനുഗ്രഹിച്ചു. ഞാനിവിടെ മണ്ണി കാല് കുത്തിയുടനെ അനുഗ്രഹിച്ചു എന്നുള്ളത് എനിക്ക് ഞാൻ വേഗം 2 മണി 1:45 വരെ ആ കോള് ഞാൻ സംസാരിച്ചു. അന്നേരം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമല്ലേ, ഞാൻ ഈ കസ്റ്റമർ കെയറുമായിട്ട് സംസാരിച്ചിരുന്ന് കഴിഞ്ഞ് അമ്മ എൻ്റെ ഉടമ്പടി എടുക്കുന്നതിൽ നിന്ന് പിൻവലിക്കുവാണോ എന്നെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. പക്ഷേ ഓരോ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കത് പറയാൻ പെട്ടെന്ന് സാധിച്ചു. എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ അക്കൗണ്ട് നമ്പർ എടുത്തു, ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ എടുത്തു, പോയ ഡേറ്റുകളെല്ലാം ഞാൻ നോക്കി പറഞ്ഞു. ഒരു ബുദ്ധിമുട്ട് ആ കേൾക്കുന്ന ആർക്കും ബുദ്ധിമുട്ട് വന്നില്ല, എനിക്കും ബുദ്ധിമുട്ട് വന്നില്ല. അതെല്ലാം മാതാവ് എനിക്ക് സാധിച്ചു വന്നു. ഞാൻ 20-ാം തീയതി ഡേറ്റ് വെച്ചു. 20-ാം തീയതിക്കുള്ളിൽ എനിക്കത് യാതൊരു വിധത്തിലുമുള്ള ബാധ്യതകളും ഇല്ലാതെ ആ കാർഡ് എനിക്ക് ക്യാൻസലാക്കി തരണേ എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു നടക്കുകയില്ല, അത് നമ്മൾ പൈസ അടയ്ക്കണം എന്നാണ് പറഞ്ഞത്. അന്നേരം ഞാനും അത് ഞാൻ മാതാവെ വിശ്വസിച്ച് ഞാൻ എടുത്തു. എനിക്ക് 18-ാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് വന്നു, കാർഡ് ക്യാൻസലായെന്ന് പറഞ്ഞുള്ള മെസ്സേജ് വന്നു. എനിക്ക് ഇതിൽ കൂടുതൽ എനിക്കൊന്നുമില്ല. ഞാൻ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞ് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു, അച്ഛൻ രാവിലെ 5:30 മുതൽ അച്ഛൻ്റെ ഉടമ്പടി അത് ഞാൻ കേൾക്കുന്നുണ്ട്. മുട്ട കുത്തിയാണ് പ്രാർത്ഥന. ഞാൻ ആദ്യമായിട്ടുണ്ടാണ് മുട്ട കുത്തി പ്രാർത്ഥിക്കുന്നത്. നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ബെഡിലിരുന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയായിരുന്നു. ഇപ്പം മുട്ടി കുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടിന് ആദ്യത്തെ ദിവസം വേദനയായിരുന്നു. ഇപ്പോഴെനിക്കൊരു വേദനയില്ല. ഞാൻ തൈലം എടുത്ത് തേച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ കാര്യവും ഞാൻ 5 നില ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കുള്ള ഒരു ജോലി ചെയ്യുന്ന പിള്ളേർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ മാതാവെല്ലാം എനിക്ക് നടത്തി തന്നു. ഇനി മുമ്പോട്ടും അത് കൊണ്ടുപോകും. നമുക്ക് മനുഷ്യനാൽ അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധിക്കും എന്നുള്ള ഒരു വചനം എൻ്റെ പ്രാബല്യത്തിൽ എനിക്ക് നടന്നു കിട്ടി. എൻ്റെ മാതാവിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. എൻ്റെ മാതാവല്ല എനിക്ക് ആരുമില്ല. വൈകിപ്പോയതിൽ എനിക്കൊരു ഖേദമുണ്ട്, ഇവിടെ വരാൻ വൈകിപ്പോയതിൽ. അപ്പം ഞാനിനിയും എവിടെ പോയാലും ഞാനിവിടെ വന്ന് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്നുള്ള എനിക്ക് യേശുവിനും നന്ദി, മാതാവേ നന്ദി. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ. യോഹന്നാൻ്റെ വിശ്വസുവിശേഷത്തിൽ അരുളി ചെയ്യുന്നത് പോലെ എങ്ങനെയാണ് രാധാദേവി എന്ന ഈ മകള് തനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ഇത് സൈബർ സെല്ലിൽ പോലും താൻ പരാതി കൊടുത്തു, തനിക്ക് ലഭിക്കുന്നത് പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നില്ല. എന്നാൽ ഇവിടെ വന്ന് ടോക്കൺ എടുത്തതേ ഉള്ളൂ, ഉടമ്പടി എടുത്തില്ല. അപ്പോഴേ തനിക്ക് സ്വർഗം തനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന, സ്വർഗത്തിൻ്റെ വാതിൽ തനിക്ക് വേണ്ടിയിട്ട് തുറക്കുന്ന അനുഭവം എങ്ങനെയാണ് അമ്മയിലൂടെ തനിക്ക് ലഭിച്ചത്. ഇന്ന് തൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലവുമൊക്കെ താൻ എങ്ങനെ എന്ത് ചെയ്യും, ഈ ഒരു അമ്മയുടെ സ്നേഹവും കരുതലും കിട്ടിയ മക്കൾ ആരും പിന്നീട് അമ്മയെ തള്ളി പറയില്ല. അതാണ് ഇന്ന് എത്രയോ മക്കൾ, അത് നാനാജാതി മതസ്ഥരാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ തണലിൽ, അമ്മയുടെ കരുതലിൽ നാം നിന്ന് കഴിയുമ്പോൾ ആ അമ്മ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അമ്മ മാറിപ്പോകില്ല. നാം മാറിപ്പോയാലും, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കുമെന്നാണ് തിരുവചനം പറയുക. വീണ്ടും തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടായ സാഹചര്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടായത്, ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ നന്മകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് സൗമ്യ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 6, 2024 തീയതിയാണ്.
ഞാൻ 32 വർഷം ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും എനിക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വിശ്വാസ പ്രകാരം നമുക്ക് വേറെ മധ്യസ്ഥനില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ 32 വർഷക്കാലം. അതിനുശേഷം ഞാനിപ്പോൾ മാതാവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കുവൈറ്റ് MOHൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് ന്യൂസിലൻഡിൽ ജോലിയായി. 1 വർഷമായിട്ട് ഹസ്ബൻഡ് ന്യൂസിലൻഡിലായിരുന്നു. അവിടുന്ന് ഓസ്ട്രേലിയക്ക് ജോലിയായി. ഞങ്ങൾക്ക് 3 പേർക്കും, എൻ്റെ മോൾക്കും എനിക്കും ഹസ്ബൻഡിനും കൂടെയുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നു. വിസയ്ക്ക് വെയിറ്റ് ചെയ്യുമായിരുന്നു. വിസയ്ക്ക് വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് മുമ്പ് അപ്ലൈ ചെയ്തവർക്കും ഞങ്ങൾക്ക് ശേഷം അപ്ലൈ ചെയ്തവർക്കും എല്ലാം വിസ ലഭിച്ചു. എന്നാൽ ഞങ്ങൾക്ക് മാത്രം വിസ ലേറ്റായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കുറേ സാക്ഷിയൊക്കെ കേൾക്കാനിടയായത്. ഞാൻ നേരത്തെ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഞാനതൊന്നും കാര്യമാക്കിയിരുന്നില്ല. ഉടമ്പടി എന്താണോ, ഉടമ്പടി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതറിയാനൊന്നും ഞാൻ ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. ജൂലൈ 1 ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടത്. ഡേറ്റ് ജൂലൈ 30 മുമ്പായി വിസ ലഭിക്കണമെന്നായിരുന്നു. അങ്ങനെ ജൂലൈ 29 ഞങ്ങൾക്കുള്ള വിസ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചു. അതിനുശേഷം പൂർണ്ണമായി ഞാൻ മാതാവിൽ വിശ്വസിച്ചു. സെപ്റ്റംബർ 6 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 50 ദിവസത്തെ നോയമ്പൊക്കെ നോക്കുമായിരുന്നെങ്കിലും ഇതുവരെ ഞാൻ 8 നോയമ്പ് നോറ്റിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ 8 നോയമ്പ് എടുത്തു. 8 നോയമ്പിനിടയ്ക്ക് സെപ്റ്റംബർ 6 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഉടമ്പടിയിൽ വെച്ച ഒരാവശ്യം എന്ന് പറഞ്ഞത് ഞാൻ എൻഗ്ലക്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എക്സാം എഴുതാൻ. എന്നെ കൊണ്ട് പറ്റുമോ, എത്ര പഠിച്ചിട്ടും തീരുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. അങ്ങനെ ഞാനും എൻ്റെ നാത്തൂനും കൂടി ബാംഗ്ലൂർ എക്സാം എഴുതാൻ വേണ്ടി ഡേറ്റ് എടുത്തു. ഡേറ്റ് 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ 2 ആഴ്ച മുമ്പ് ഞാൻ ഫുൾ സാക്ഷ്യമായിരുന്നു കേട്ടോണ്ടിരുന്നത്. അപ്പോൾ സാക്ഷ്യത്തിനിടയ്ക്കൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടു, മാതാവ് വരുമ്പോൾ നമുക്ക് നല്ല സുഗന്ധാഭിഷേകം ലഭിക്കും. പിന്നെ എക്സാമിന് ചെന്നപ്പം എക്സാമിനറിൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഗ്രേ കളറായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടു. അപ്പം ഞാനും ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷത്തോടു കൂടെ പോയി എക്സാം എഴുതാമായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഞാൻ എക്സാമിന് പോകുന്നതിൻ്റെ അന്ന് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ പ്രാർത്ഥന ശരിയാവാഞ്ഞിട്ടായിരിക്കും എനിക്ക് ഈ സുഗന്ധ അഭിഷേകമൊന്നും വന്നില്ലല്ലോ എന്ന് ഓർത്തു. അത് കഴിഞ്ഞ് ഞാൻ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് കാപ്പിപ്പൂവിൻ്റെ മണമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി ഭയങ്കരമായിട്ട് കാപ്പിപ്പൂവിൻ്റെ മണം വരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, ഈ പ്രദേശത്തെന്നും അങ്ങനെ കാപ്പി പൂത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഉറപ്പായി മാതാവ് വന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി. അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയി. എക്സാമിന് ചെന്നപ്പോൾ അവിടെ എക്സാമിനർ കറക്റ്റ് ഗ്രേ കളർ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എക്സാം ഹാളിൽ എൻട്രി ചെയ്തു. ആ ക്യാബിനറ്റ് ഫുൾ ഗ്രേ കളറായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് എന്നെ പൊതിഞ്ഞ് പിടിച്ചേക്കുവാന്നുള്ള ഒരു തോന്നലായിരുന്നു എനിക്ക്. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നാത്തൂൻ്റെ റിസൾട്ട് വന്നു. അത് തലേദിവസം രാത്രിയാണ് വന്നത്. നാത്തൂൻ പാസ്സായി. അപ്പോഴും എൻ്റെ റിസൾട്ട് വന്നില്ല, പിറ്റേ ദിവസം വരുള്ളൂ. അപ്പം ആ രാത്രിയിൽ എനിക്ക് ചെറിയൊരു ടെൻഷനായി, റിസൾട്ട് എന്താകും, എന്നാലും ജയിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഞാൻ ഉറങ്ങി. ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു. ഒരമ്മ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, മോളെ നീ പേടിക്കണ്ട, നിനക്ക് ചുറ്റും ദൂതന്മാർ കാവലുണ്ട്. അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അന്ന് തന്നെ മോർണിംഗ് ഈ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് എൻ്റെ ഫോണിലൊരു ബൈബിളുണ്ട്. ബൈബിൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ വാക്യം എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ഗോയിങ് ടു ആക്സിലറേറ്റ് യുവർ ഡ്രീംസ് എന്നായിരുന്നു. അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സാകുന്നുള്ളത്. അതാണ് എൻ്റെ ഒന്നാമത്തെ ഉടമ്പടിയിൽ വെച്ച കാര്യം അതായിരുന്നു. ഞാനും എൻ്റെ നാത്തൂനും എൻഗ്ലക്സ് പാസ്സായി. പിന്നെ എൻ്റെ മോൾക്ക് കോവിഡ് ടൈമിലായിരുന്നു അവളുണ്ടായത്. അപ്പം കുറച്ചൊരു സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നു. ചില വാക്കുകളൊക്കെ പറയാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ നല്ലതായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ. പിന്നെ കഴിഞ്ഞ മാസം ഹസ്ബൻഡ് ഓസ്ട്രേലിയയിൽ ജോലിക്ക് പ്രവേശിച്ചു. ഞാനും കഴിഞ്ഞ മാസം ഓസ്ട്രേലിയയിൽ പോയി. എനിക്ക് ഓസ്കിയുടെ എക്സാം ഉണ്ടായിരുന്നു. നോർമലി ഡിസംബർ മാസത്തിൽ ഓസ്കിയുടെ എക്സാം ഓസ്ട്രേലിയയിൽ നടത്താത്തതാണ്. എൻ്റെ ഉടമ്പടി തീരുന്നത് ഡിസംബർ 6
ഉടമ്പടിക്ക് മുമ്പ് ഡിസംബർ 5-ാം തീയതി ഞാൻ എക്സാം എഴുതിയിട്ടാണ് വന്നത്. അത് എനിക്കായി ദൈവം ഒരുക്കിയതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ ഉടമ്പടി ചെയ്തതിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. ഉടമ്പടിയിൽ പറയുന്ന പ്രകാരം അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്, ഉപവാസം എടുക്കാറുണ്ട്, കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ദൈവവുമായി കൂടുതൽ അടുക്കാൻ ഈ ഉടമ്പടി മൂലം എനിക്ക് സാധിച്ചു. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 6 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സൗമ്യ എന്ന ഈ സഹോദരി കൃപാസനം അമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിലും ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ നന്മകളെ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ സാക്ഷ്യം തുടങ്ങുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്, മാതാവിൽ വിശ്വാസമുള്ള ഒരു വിശ്വാസ പാരമ്പര്യത്തിലല്ല മകൾ ജനിച്ചു വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മാതാവിലേക്കുള്ള കൃപാസനത്തിലേക്കുള്ള ഒരു വിശ്വാസ രീതികളൊന്നും മകൾക്ക് താല്പര്യമുള്ളതോ ആകർഷണീയമോ ആയി തോന്നിയിരുന്നില്ല. പിന്നീട് ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ, പ്രത്യേകിച്ച് ജോലി സംബന്ധമായി ഏറെ ക്ലേശങ്ങളിലൂടെ വന്ന നാളുകളിലാണ് മകൾ അമ്മ മാതാവിനെക്കുറിച്ച് അറിയുന്നതിനും അത് യൂട്യൂബിലൂടെ കൂടുതൽ അന്വേഷിക്കുന്നതിനും ആദ്യം ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടുകൊണ്ട് അമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ കാരണമാവുന്നത്. മകൾ പറയുന്നുണ്ട്, ഏതാണ്ട് 7 മാസത്തോളം നടത്തിയ പരിശ്രമങ്ങൾ ഫലമണിയാതായപ്പോഴാണ് അമ്മയുടെ തിരുനടയിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് മകളുടെ നിയോഗത്തെ സമർപ്പിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുകയും മകൾ സന്തോഷത്തോടു കൂടി അമ്മയിൽ ആശ്രയിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. വീണ്ടും മകൾ ഇവിടെ വന്ന ഉടമ്പടിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മകളുടെ പരീക്ഷകൾ, ജീവിത പങ്കാളി ന്യൂസിലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ഫാമിലി വിസയോടുകൂടി മാറുവാനുള്ള പ്രവൃത്തികൾ, അതോടൊപ്പം മകൾക്ക് വിദേശത്ത് പോകുവാനുള്ള തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ഇങ്ങനെ ഒരു കുടുംബം അതിൻ്റെ അടുത്ത ഒരു ലെവലിലേക്ക്, സ്റ്റാറ്റസിലേക്ക് ഉയരുന്നതിന് വേണ്ടി കുറേ അധികം കാര്യങ്ങൾ വേണ്ട സാഹചര്യത്തിലാണ് മകൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. മകളുടെ വാക്കുകളിൽ എത്ര സുന്ദരമായിട്ടാണ് അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സഹായവും തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അടയാളപ്പെടുത്തുന്നത്. മകൾ അതിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. സുഗന്ധാഭിഷേകത്തിലൂടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. അത് എല്ലാവരും മുല്ലപ്പൂ ഗന്ധം ലഭിക്കുമ്പോൾ മകൾ പറയുന്നു, അവിടെ എങ്ങും കാപ്പിയുടെ ചെടിയില്ലെങ്കിലും കാപ്പിപ്പൂവിൻ്റെ മണമാണ് മകൾക്ക് നന്നായി ലഭിച്ചത്. അത് അമ്മയുടെ സാന്നിധ്യമായി തന്നെ തിരിച്ചറിയുവാൻ അവൾക്ക് സാധിച്ചുവെന്ന. അതുപോലെ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് എന്താകുമെന്നറിയാതെ പരിഭ്രമിച്ചിരുന്ന മണിക്കൂറുകളിൽ, ദിവസത്തിൽ, രാത്രി സ്വപ്നത്തിൽ പരിഭ്രമിക്കേണ്ടതില്ല, വിജയിക്കുമെന്ന സന്ദേശം മകൾക്ക് കൊടുക്കുന്നു. ദൈവവചനം തന്നെ സന്ദേശമായി മകൾക്ക് കൈമാറുന്നു. ഇതൊക്കെയും അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തെ, പ്രസൻസിനെയാണ് മകൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് തൻ്റെ സാന്നിധ്യം കൈമാറിക്കൊണ്ട് കൂടെയുണ്ട്, മുന്നോട്ട് പോവുക എന്ന വലിയൊരു ഉറപ്പ്, പ്രത്യാശ മാതാവ് കൈമാറുന്നുവെന്ന്. അതോടൊപ്പം ഓസ്ട്രേലിയയിലേക്കുള്ള വിസ പ്രോസസ്സിങ്ങിന് വന്ന ക്ലേശങ്ങളും മകൾ പറയുന്നുണ്ട്. പലർക്കും അത് ലഭിക്കുമ്പോഴും കുടുംബത്തിന് ലഭിക്കാതെ വന്നപ്പോൾ അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ വളരെ വേഗത്തിൽ, വളരെ നന്നായി അത് കരഗതമാവുകയും മകൾക്ക് അവിടെ ചെല്ലുവാനും പരീക്ഷ എഴുതുവാനും, അത് സാധാരണ പരീക്ഷ നടക്കാത്ത ഡിസംബർ മാസം തന്നെ പരീക്ഷ എഴുതി വിജയിക്കുവാനും, ഇനി അവിടെ ഫാമിലിയായി ജീവിക്കുവാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് മകൾക്ക് പോകുവാനുമുള്ള കാര്യങ്ങൾ ശരിയാവുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ, നമുക്ക് തന്നെ ജീവിതം ഇതെങ്ങോട്ടാണ് മാറി മറിഞ്ഞ് തിരിയുന്നത് എന്ന ഒരു ആകുലതയുള്ള നിമിഷങ്ങളിൽ കൃത്യമായ ദിശാബോധത്തോടുകൂടി, കൃത്യമായ ദൂതൻ്റെ സംരക്ഷണത്തോടുകൂടി, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അമ്മ മാതാവ് കരം പിടിച്ച് നടത്തുന്നുവെന്ന്
മകളുടെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ മകളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ അമ്മ മാതാവിലൂടെ ലഭിച്ചുവെന്ന് സന്തോഷത്തോടു കൂടി അവൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഈ മകളെയും ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടു കൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീബ, തൃശ്ശൂരാണ് എൻ്റെ വീട്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ മാസം 2023 2-ാം തീയതിയാണ്. എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. അവൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റിലൊരു തടിപ്പുണ്ടാവുകയും അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ അത് പെട്ടെന്ന് സ്പ്രെഡാകുന്ന ടൈപ്പ് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ വിദഗ്ധമായി വേറെ CT സ്കാനും ബോൺ സ്കാനും ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ആയിരിക്കെയാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെ ഞാൻ അനിയത്തിയെയും കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തു. അന്ന് മുതൽ തന്നെ അവൾക്ക് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിയത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ജപമാല ചൊല്ലുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തേനും കൊടുത്ത് അവൾ വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഉപയോഗിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്തതിൻ്റെ 5-ാം ദിവസം ആയിരുന്നു സ്കാനിങ് നടന്നത്. ആ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ബ്രസ്റ്റ് ക്യാൻസർ വേറൊരിടത്തേക്കും സ്പ്രെഡായിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ വളരെയധികം സന്തോഷമായി. ഞാൻ സാക്ഷ്യം പറയാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മായിയമ്മയുടേതാണ്. ഞാൻ ഉടമ്പടിയിലിരിക്കുമ്പോഴാണ് ഫെബ്രുവരി മാസത്തിൽ അമ്മയ്ക്ക് ബ്രസ്റ്റിലൊരു തടിപ്പ് കാണപ്പെടുകയും അത് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ വയസ്സ് കൂടുതലുള്ളതിനാൽ ഷുഗറും പ്രഷറും വളരെ കൂടുതലുള്ളതിനാൽ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പെട്ടെന്ന് അനസ്തേഷ്യ കൊടുക്കാനായിട്ട് അനസ്തേഷ്യ ഡോക്ടർ സമ്മതിച്ചില്ല. അങ്ങനെ അമ്മയ്ക്ക് ഞാൻ എന്നും വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ തേനും ഒക്കെ കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നാൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടർ കയറുന്നതിന് മുമ്പ് അവിടെ കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഡോക്ടറെ എത്രയും വേഗം തന്നെ ഓപ്പറേഷൻ ചെയ്യാനായി സമ്മതിക്കണേന്ന്. അങ്ങനെ ചെന്ന് ഡോക്ടർ പിന്നെ ഷുഗറൊക്കെ നോക്കിയപ്പോൾ അത് നോർമലായി. അങ്ങനെ ഓപ്പറേഷൻ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ നടന്നു. പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ അമ്മയ്ക്ക് വേറൊരിടത്തൊന്നും ഒരു ക്യാൻസറിൻ്റെ ഒരു കണിക പോലും ഇല്ല, എനിക്ക് കീമോ ഒന്നും വേണ്ട എന്നുള്ള അറിയിപ്പ് കിട്ടി. അങ്ങനെ അമ്മ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷ്യം എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾ ഒറീസയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം, താമസ സ്ഥലത്ത് ബുദ്ധിമുട്ടും ഭക്ഷണത്തിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് കാരണം എങ്ങനെയെങ്കിലും നാട്ടിൽ ജോലി കിട്ടാനായിട്ടുള്ള ഒരാഗ്രഹം പറഞ്ഞങ്ങനെ ഞാൻ അവളോട് ലൈറ്റ് ആക്കാൻ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവൾ എല്ലാ ദിവസവും 5:30 ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാനും അവൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദിവ്യബലിയിൽ പ്രാർത്ഥിക്കുകയും 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. പിന്നെ ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ മകൾക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ കൊച്ചിയിലേക്ക് ജോലിക്ക് വരാൻ കഴിഞ്ഞു, മാറ്റം കിട്ടി. പിന്നെ എനിക്ക് ഈ ഉടമ്പടി എടുത്തത് വഴി കൂടുതൽ ആത്മീയ ജീവിതത്തിൽ വളരാനായി സാധിച്ചു. എന്നും 1 കിലോമീറ്റർ ദൂരമുള്ള എൻ്റെ ഇടവകയിൽ നടന്നുപോയി കുർബാനയിൽ സംബന്ധിക്കാനായിട്ടുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു. മാതാവിൻ്റെ കാശ് കൈപിടിച്ച് പോകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊന്നും ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ദിവസവും ബൈബിൾ വായിക്കും. അരമണിക്കൂറല്ല, എന്തോരം നേരം വേണമെങ്കിലും ബൈബിൾ വായിക്കാനായിട്ട് എനിക്ക് അനുഗ്രഹം കിട്ടി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞാൻ പത്രം വാങ്ങി, മിക്ക മാസങ്ങളിലും ഞാൻ പത്രം വാങ്ങി കൊണ്ടുപോയി ആശുപത്രികളിലും പിന്നെ പള്ളികളിലും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലും പത്രം കൊടുത്തും പ്രാർത്ഥിച്ച് പത്രം കൊടുക്കും. പിന്നെ രോഗികളെ കാണുകയും അവരെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒരു പൊതി 2 പൊതി ചോറൊക്കെ കൈപിടിച്ച് വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ധാരാളം ജപമാല ചൊല്ലാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. പിന്നെ ഈ ഉടമ്പടി ഇരിക്കുകയാണ് എനിക്ക് ബൈബിൾ, പുതിയ നിയമം ബൈബിൾ പകർത്തി എഴുതാനായി അവസരം ലഭിച്ചത്. അങ്ങനെ ഞാൻ പകർത്തി എഴുതാൻ ആരംഭിച്ചിട്ടുണ്ട്. അത്
എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നേടുത്തുന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഷീബ എന്ന ഈ സഹോദരിക്കും അമ്മായിയമ്മയ്ക്കും ക്യാൻസർ രോഗത്തിന് സൗഖ്യം ലഭിച്ചതിനെ ഈ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്നലെ അച്ഛൻ ദിവ്യകാരുണ്യ ആരാധന നടത്തുമ്പോൾ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ആരാധന തീരുന്ന നിമിഷത്തിൽ എടുത്തു പറഞ്ഞിരുന്നു, ഞണ്ട് ചത്തമലച്ച് കിടക്കുന്നത് കാണുന്നുണ്ടെന്ന്. അതാണ് ആദ്യം അച്ഛൻ നൽകിയ സന്ദേശം, ഞണ്ട് ചത്തുമലച്ച് കിടക്കുന്നത് കാണുന്നുണ്ട്. അച്ഛൻ പിന്നീടത് അടുത്തൊരു വാചകം ചേർത്ത് വെച്ചു, മെഡിക്കൽ പ്രതീകങ്ങളിൽ ഞണ്ടെന്നത് ക്യാൻസറിൻ്റെ ഒരു സിമ്പലാണ്, പ്രതീകമാണ്. കുറേ കൂടി അച്ഛൻ പ്രാർത്ഥന മുന്നോട്ട് നയിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഈ തീയതി നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ, ഇന്ന് ഡിസംബർ 8 ഈ വരുന്ന ദിവസങ്ങളിൽ 7 പേർ ഈ അൾത്താരയിൽ വന്ന് ക്യാൻസർ രോഗം സൗഖ്യപ്പെട്ടത് സാക്ഷ്യപ്പെടുത്തുമെന്ന്. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർ ഒരുമിച്ച് വന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പറയുന്നു, രോഗം സൗഖ്യപ്പെട്ടു, അത് മരുന്നുകൊണ്ടല്ല, ഓപ്പറേഷൻ ചെയ്യുവാൻ പറ്റില്ലെന്ന് പറഞ്ഞെടുത്ത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശിരൂപവും പിടിച്ചുകൊണ്ട് ആ ശക്തമായി മാതാവിൻ്റെ സംരക്ഷണയിലേക്ക് കൊടുത്ത് അമ്മ മാതാവിന് മാത്രമേ പ്രായാധിക്യമുള്ള അമ്മയുടെ ക്യാൻസർ രോഗത്തിന് ശമനവും സൗഖ്യവും സാധ്യമാവൂ എന്ന് ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. അനുജത്തിക്ക് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടുണ്ട് എന്ന ആദ്യത്തെ രക്തപരിശോധനയുടെ റിപ്പോർട്ട് ഡോക്ടർമാർ വിലയിരുത്തി പറയുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിന് ശക്തിയുണ്ടെന്നും സൗഖ്യാഭിഷേകം നൽകുന്നതാണെന്നും പൂർണ്ണ ബോധ്യത്തോടു കൂടി ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത സ്കാനിങ്ങിലേക്ക് പോകുമ്പോൾ തിരിച്ചറിയുന്നു മറ്റെങ്ങും വ്യാപിച്ചിട്ടില്ല, അത് ആ ഓപ്പറേഷനോടുകൂടി പൂർണ്ണ സൗഖ്യത്തിലേക്കത് മാറുന്നുവെന്ന്. പ്രിയമുള്ളവരെ, അമ്മ മാതാവ് എത്ര അസാധ്യമെന്ന് കരുതുന്നവയ്ക്കും വളരെ വേഗം സൗഖ്യാനുഭവം നൽകിക്കൊണ്ട് ലോകത്തോട് നിരന്തരം സംസാരിക്കുകയാണ്. നിങ്ങൾ ജീവിതത്തെ ദൈവത്തിന് വിലയുള്ളതാക്കി കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവം മൂല്യമുള്ളതാക്കി വർദ്ധിപ്പിക്കുമെന്ന്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ സൗഖ്യാനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മകളുടെ ജോലിക്കുള്ള മാറ്റം വേഗത്തിൽ ലഭിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് നന്ദി. എൻ്റെ പേര് റോസമ്മ. ദേവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ കൂത്താട്ടുകുളത്ത് നിന്നാണ് വരുന്നത്. ഒരു നേഴ്സാണ്. ഞാൻ 15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ഒരു കുട്ടി മാതാവിനെക്കുറിച്ച് എന്നോട് പറയുകയും, ചേച്ചിയുടെ പ്രോബ്ലങ്ങൾ മാതാവിനോടൊന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ആ സമയങ്ങളിൽ എനിക്ക് മാതാവിൻ്റെ പ്രാർത്ഥനയോ ബുക്കോ തൈലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് 3 കാര്യങ്ങൾ. അതിൽ ഒരു കാര്യം, ഇത് പ്രാർത്ഥിക്കുന്നത് നവംബർ 22 നവംബർ 2022 അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ഒന്നാമത്തെ കാര്യം, 12 വർഷമായി ഞങ്ങൾക്കൊരു ഭവനമുണ്ടായിരുന്നില്ല. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിൻ്റെ സഹായത്താൽ ഒരു നല്ലൊരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കുകയും ജൂൺ മാസം ഞങ്ങൾക്ക് മാതാവ് അത് സാധിച്ചു തരികയും ചെയ്തു. ആ സമയത്ത് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഈ ലോൺ എടുക്കുന്നതിന് അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല, അതിനെന്നെ സഹായിക്കണമെന്ന്. അങ്ങനെ മാതാവിൻ്റെ സഹായത്താൽ അതെനിക്ക് സാധിച്ചു കിട്ടി. അതുപോലെ തന്നെ ആ സമയത്ത് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഒരു കാര്യം കൂടിയുണ്ട്, ഈ ലോൺ എടുത്താൽ അത് തിരിച്ചടയ്ക്കാനുള്ളൊരു സഹായം.
അതിനെനിക്കൊരു വിദേശത്തൊരു ജോലി. അങ്ങനെ മാതാവിൻ്റെ സഹായത്താൽ ഞാൻ ആ വർഷം തന്നെ ജനുവരിയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ഇവിടെ ജൂൺ 8-ാം തീയതി 2024 വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ആ സമയത്ത് വേറൊരു യാദൃശ്യമായ ഒരു ഇൻ്റർവ്യൂ കുവൈറ്റിലേക്ക് അറ്റൻഡ് ചെയ്യുകയും അതെനിക്ക് കിട്ടുകയും ചെയ്തു. അതിനുശേഷം അതിൻ്റെ പ്രോസസ്സിങ് ഒത്തിരി ഡിലേ ആയി. അന്നേരവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, നീ തന്ന ഭവനമാണ്, അത് പോകാതെ നീ കാത്തോണം. അങ്ങനെ അതിൻ്റെ വിസ എനിക്ക് കഴിഞ്ഞ നവംബറിൽ കിട്ടി. ഈ മാസം 12-ാം തീയതി ഞാൻ കുവൈറ്റിന് പോവുകയാണ്. മാതാവിനോട് 1000 നന്ദി ഞാൻ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അവൾക്ക് ഒത്തിരി ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ സമയം അവൾ എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചു. ഞാനിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചു, അവരുടെ ഫാമിലി പ്രോബ്ലങ്ങളെല്ലാം മാറ്റി ഒരു നല്ല ജീവിതം കൊടുക്കണമെന്ന്. അങ്ങനെ അവൾക്കൊരു നല്ല ജീവിതം സാധിക്കുകയും അവളുടെ കുട്ടിക്ക് ഉണ്ടായിരുന്ന ബ്രോങ്കൈറ്റിസ് പൂർണ്ണമായി മാറിക്കിട്ടുകയും ചെയ്തു. അവരിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനകൾ യൂട്യൂബിൽ കാണുകയും ഞാൻ പ്രാർത്ഥിക്കുകയും എനിക്ക് എൻ്റെ കസിൻ ബ്രദർ ബുക്ക് കൊണ്ട് തന്ന് ഞാൻ അത് വെച്ച് സാധാ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് പ്രസിദ്ധീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനയും കിട്ടിയത്. അത് ഞാൻ നന്നായി പ്രാർത്ഥിക്കുകയും കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ദിവ്യബലി പങ്കെടുക്കുകയും 14 ദിവസത്തിലൊരിക്കൽ കുമ്പസാരിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് പേപ്പറുകൾ കൊടുക്കുകയും ഞാൻ അനേകായിരങ്ങൾ മാതാവിനെ അറിയിക്കുകയും ഒത്തിരി പേര് ഇവിടെ വരികയും എൻ്റെ കൂടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അവർക്കെല്ലാം അനുഗ്രഹം സാധിച്ചിട്ടുണ്ട്. 1000 നന്ദി മാതാവിന്. എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൂടുതലായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂടുതൽ ആൾക്കാരോട് ക്ഷമിക്കുവാനും കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ഒത്തിരി മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇനിയും മാതാവ് എന്നെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 6:44 എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കില്ല. ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഓരോരുത്തരും പറയുമ്പോൾ തങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് എങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ കാരണമാകുന്നത്, അത് ഈ മകള് ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കൂടുന്നതും അങ്ങനെ പിന്നീടാണ് തൻ്റെ പ്രാർത്ഥനയിൽ താൻ വെച്ച നിയോഗങ്ങൾ സാധ്യതമാകുന്നു. അതിനുശേഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ നാം ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഉടമ്പടി ജീവിതം നയിക്കാൻ ആരംഭിക്കുമ്പോൾ അതും വളരെ ശ്രദ്ധയോടെ നമ്മെ കേൾക്കുന്ന ഒരു അമ്മയുടെ മാധ്യസ്ഥതയിലാണ് നാം സമർപ്പിക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഈശോയോട് പറയുന്നത്, നമ്മുടെ കാര്യത്തിൽ എങ്ങനെയാണ് വ്യക്തമായ മാറ്റങ്ങൾ വരുന്നത്. 12 വർഷത്തിലേറെയായി തങ്ങൾക്ക് വാടക വീടാണുണ്ടായിരുന്നത്. പിന്നീട് എങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്കൊരു ഭവനം ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഈ മകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ജോലി കാര്യങ്ങൾ, അതിനൊക്കെ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഉടമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ ഭൗതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ആത്മീയ ജീവിതം, അതും ഈ മകൾ ഇവിടെ പറഞ്ഞു. തനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കുന്നു. അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ മകളിലൂടെ അനേകം പേര് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തുപോയി. അപ്പോൾ തീർച്ചയായും ഇതിങ്ങനെ ഒരു ചങ്ങല പോലെ, അതായത് ഇത് ബന്ധിക്കപ്പെടുകയാണ്, പരസ്പരം ബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥ. നമ്മിലൂടെ മറ്റുള്ളവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു കണ്ണിയായിട്ട്, അതാണ് സിസ്റ്റർ ബന്ധിക്കപ്പെടുക എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കണ്ണി, ഒരു ചങ്ങലയിലെ കണ്ണി പോലെ നമ്മുടെ ഉടമ്പടി ജീവിതം കണ്ടിട്ട് ആ ഉടമ്പടി ജീവിതത്തോട് ചേർന്ന് മറ്റുള്ളവരെയും കൂടി കൊണ്ടുവരുവാനും ഇവിടെ അമ്മയുടെ തിരുനടയിൽ വന്ന് നമുക്ക് സാക്ഷ്യം പറയുവാനുമൊക്കെ സാധിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകുന്ന കൃപയാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും ഈ മകൾ നന്ദി പറയുമ്പോൾ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും ഇങ്ങോട്ട് വരാൻ സാധ്യമല്ല എന്ന തിരുവചനം
നമുക്കും ഓർക്കാം, നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുവദിച്ചതുകൊണ്ട് മാത്രമാണ്, നാം ആഗ്രഹിച്ചിട്ടല്ല, ദൈവം അനുവദിച്ചതുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ആഗ്രഹവും താല്പര്യവും ചേരുമ്പോൾ അവിടെയാണ് ഉടമ്പടിയുടെ ജീവിതം അർത്ഥവത്താവുക. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് അനില. ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ്. ആദ്യം തന്നെ കൃപാസനത്തിൽ അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് തൊണ്ടവേദന വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പം ജസ്റ്റ് ഒരു ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തു. പക്ഷെ അത് കഴിച്ചിട്ടും അമ്മയ്ക്ക് മാറിയില്ല. മാറാഞ്ഞ് പിന്നെയും ഡോസ് കൂടി ആൻറ്റിബയോട്ടിക് കൊടുത്തുകൊണ്ടിരുന്നിട്ട് പോലും ആ തൊണ്ടവേദന പൂർണ്ണമായി മാറാതെ എൻ്റെ അമ്മയ്ക്ക് ഉമിനീരിറക്കാൻ പോലും പറ്റാത്ത അത്ര അവസ്ഥയിലായി. അന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പം ശരിക്കും പേടിച്ചു, എന്ത് ചെയ്യുമെന്നറിയാതെ. അപ്പം ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എൻഡോസ്കോപ്പി പല രോഗങ്ങൾക്ക് നടത്തുന്ന ടെസ്റ്റാണെന്ന് കണ്ടപ്പം ശരിക്കും പേടിച്ചു. ഞാൻ ഇതിനു മുമ്പ് കൃപാസനത്തിൽ വന്നിട്ട് പോലുമില്ല. എൻ്റെ അമ്മ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് പോലുമില്ല. പക്ഷെ ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ തൊണ്ടവേദന പൂർണ്ണമായി മാറ്റിക്കൊടുത്താൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്ത് അത്ഭുതം നടന്നതെന്ന് എനിക്കറിയത്തില്ല. ആ ഹോസ്പിറ്റലുകാർ തന്നെ പറഞ്ഞു, അമ്മയ്ക്ക് എൻഡോസ്കോപ്പി ചെയ്യണ്ട, അത് മാറിയെന്ന് പറഞ്ഞു. ഇതുവരെ പിന്നെ എൻ്റെ അമ്മയ്ക്ക് ആ തൊണ്ടവേദന വരികയോ അല്ലെങ്കിൽ അങ്ങോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ എൻ്റെ അമ്മയ്ക്ക് വന്നിട്ടില്ല. അത് എനിക്ക് അമ്മ എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ടേ ഞാനത് എടുക്കുന്നത്. കാരണം എടുക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ അത് എടുക്കണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ അസുഖം മാറ്റിക്കൊടുത്തു. ഞാൻ എൻ്റെ 2ാമത്തെ ഉടമ്പടി എടുത്ത ഭാഗമായിട്ടാണ് എൻ്റെ ഒരു സുഹൃത്ത് UK പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ 2ാമത്തെ ഉടമ്പടി എടുത്ത് ഞാൻ അതിനകത്തൊരു നിയോഗം വെച്ചത്, അവന് പുറത്തേക്ക് പോകാനുള്ള എല്ലാം ശരിയാക്കി കൊടുക്കണമേ എന്ന് ഞാൻ വെച്ചു. ഞാൻ അമ്മയുടെ കാശുരൂപം വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അവൻ്റെ കാര്യവും പ്രാർത്ഥിക്കുമായിരുന്നു, അവനെല്ലാം ശരിയാക്കി കൊടുക്കണം പോകാനുള്ളതെന്ന്. അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഫീസ് അടച്ചു. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ക്യാസ് എന്ന് പറഞ്ഞൊരു പേപ്പറിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. 1.5 മാസത്തോളം അവനത് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ജനുവരി അവന് പോവേണ്ടുന്ന മാസം തന്നെ അവിടുന്ന് മെയിൽ വന്നിട്ട് അവൻ ആ ഇന്ത്യക്ക് കയറാൻ പറ്റില്ല, അവൻ അടുത്ത ഇന്ത്യക്ക് സെപ്റ്റംബറിലോട്ട് ഡിഫർ ആയെന്നും പറഞ്ഞ് അവന് മെയിൽ വന്നു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് ഞാൻ അത്രത്തോളം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ അവനെ ശരിയാക്കി കൊടുക്കണേ. കാരണം കയ്യിൽ പൈസ ഇല്ല. ഉള്ള പൈസ എടുത്ത് ആദ്യത്തെ യൂണിവേഴ്സിറ്റിക്ക് ഫീസും അടച്ചു. അവൻ 2ാമത് പോവാൻ പൈസ ഇല്ല, ഒന്നുമില്ല. ഞാൻ അത്രയും മാതാവിനെ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നു. അവൻ്റെ ഏജൻസിക്കാർ തന്നെ അവൻ അങ്ങോട്ട് പൈസ കൊടുത്ത് 5 ലക്ഷം രൂപ അവന് കൊടുത്തു. അവൻ അത് വെച്ച് അടുത്ത യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു. അവനെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടി. ആ ജനുവരിയിൽ തന്നെ അവൻ കയറി പോവുകയും ചെയ്തു. ഇപ്പം എനിക്ക് അമ്മ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും അനുഗ്രഹം തന്നേക്കുന്ന ഈ ഒരു നിമിഷമാണ്. കാരണം ഞാനിപ്പം ഈ വരുന്ന മാസം 22-ാം തീയതി ഞാൻ UK പോകാനായിട്ട് നിൽക്കുക. അതെനിക്ക് ഒരുക്കി തന്നത് അമ്മ തന്നെയാണ്. കാരണം ഞാൻ ആപ്ലിക്കേഷൻ വെച്ചത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. എൻ്റെ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ ഞാൻ 3 വട്ടം ഫെയിലായിപ്പോയി. ആദ്യത്തെ വട്ടം എടുത്തു, അന്ന് തന്നെ മെയിൽ വന്നു, റിജക്റ്റായി. 2ാമത്തെ എടുത്തു, റിജക്റ്റായി. 3ാമത് എടുത്തത് റിജക്റ്റായി. അപ്പം ഞാൻ കരുതി എനിക്ക് കിട്ടത്തില്ല, പോയി ഇനി എനിക്ക് കയറാൻ പറ്റത്തില്ല എന്ന് കരുതി ഞാൻ എൻ്റെ വീട്ടുകാർ പോലും കാണാതെ ഞാൻ അത്രയ്ക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മയടുത്ത്. ഇപ്പം ഉറങ്ങാൻ കിടക്കുമ്പോഴായാലും പ്രഭാത പ്രാർത്ഥന ചൊല്ലുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ പോലും ഞാനിരുന്ന് കരയും, എന്തുകൊണ്ട് എനിക്കിത് ശരിയാക്കി തരുന്നില്ല എന്ന് കരുതി. പക്ഷേ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ചാൻസും കൂടെ എനിക്ക് തന്നു. എനിക്ക് അവർ സൂം മീറ്റിംഗ് വെച്ച് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ വെച്ച് എനിക്ക് എടുത്തു തന്നു. അതെടുത്തിട്ടും എനിക്ക് അവർ പറഞ്ഞു 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇതിൻ്റെ അപ്ഡേറ്റ് വരും എന്ന് പറഞ്ഞു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, എനിക്ക് ഇതിൻ്റെ യാതൊരു അപ്ഡേറ്റും കിട്ടുന്നില്ല. ഞാൻ കരുതി ഇതും ഫെയിലായി, എനിക്കിനി പോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു. ആ ആഴ്ചയിലാണ് എൻ്റെ ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്ന് ഞാനും എൻ്റെ അമ്മയും ചേട്ടനും കൂടി ഇവിടെ വന്നു, പള്ളി വന്നു. ഞാൻ ഈ അൽത്താരയിരുന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച്, ഇതെങ്കിലും എനിക്ക് തരണം, എനിക്ക് കയറി പോകണം. അമ്മയടുത്ത് വന്നതിൻ്റെ ആ ശനിയാഴ്ചയാണ് ഞാൻ ഇൻ്റർവ്യൂ ക്ലിയർ ആയെന്നും പറഞ്ഞ് എനിക്ക് മെയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നത്. അത് കഴിഞ്ഞ് എനിക്കെല്ലാം പെട്ടെന്നായിരുന്നു. എനിക്ക് പെട്ടെന്ന് ക്യാസ് വന്നു, ഞാൻ ഫീസ് അടച്ചു, ഞാൻ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെച്ചപ്പോഴും എന്നെ പരീക്ഷിച്ചു.
വിസയ്ക്ക് വെച്ച് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് UK-ൽ നിന്ന് മെയിൽ വന്നു. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് ഒന്നും കൂടെ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ കരുതി മിക്കവാറും ഇത് റിജക്ഷനായി പോവും, വിസ കിട്ടത്തില്ല എന്ന് കരുതി. എന്നാലും ഞാൻ ഒന്നും കൂടെ എടുക്കാമെന്ന് കരുതി ഞാൻ അന്ന് തന്നെ കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ ബാങ്ക്. അപ്പം ഞാൻ അവിടെ പോയി ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ഞാൻ പിറ്റേന്ന് തന്നെ UK ഞാൻ മെയിൽ അയച്ചു. അതിൻ്റെ 2 ദിവസം വർക്കിംഗ് ഡേ കഴിഞ്ഞപ്പം എനിക്കൊരു മെയിൽ വന്നു, വിസ സക്സസ്ഫുൾ ആയെന്നും പറഞ്ഞ്. അപ്പം ഞാൻ മാത്രമേ എൻ്റെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ലായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, സന്തോഷമാണോ കരച്ചിലാണോ. ഞാൻ ഓടി വീട്ടിൽ അമ്മയുടെയും ഈശോയുടെയും പടം ഇരിക്കുന്നിടത്ത് ചെന്നിട്ട് ഞാൻ നിന്ന് കരഞ്ഞു. ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് കരഞ്ഞു. എന്തിനാ കരഞ്ഞേന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരുപാട് ഞാൻ കരഞ്ഞു. കാരണം അത്രയ്ക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു ഓഗസ്റ്റ് തൊട്ട് ഇപ്പം ഈ നിൽക്കുന്നിടം വരെ അത്രയ്ക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എനിക്ക് വിസ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതെനിക്ക് തന്നത് അമ്മ തന്നെയാണ്, വേറെ ആരുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തിൻ്റെ പേരിലാണ് എനിക്ക് വയറ്റ് വേദന വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് ഒരാഴ്ച 7 ദിവസം ഉണ്ട്, അതിൽ 3-4 ദിവസം എനിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് എനിക്ക് വയറ്റ് വേദന വരും. പക്ഷേ എന്തിൻ്റെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി അമ്മയുടെ തേൻ കുടിക്കുമ്പം എനിക്ക് ആ വേദന മാറും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്കത് മാറിക്കിട്ടാറുണ്ട്. അമ്മ എനിക്ക് അങ്ങനെ അത്ഭുതങ്ങൾ തരാറുണ്ട്, സൗഖ്യം തന്നിട്ടുണ്ട്. എനിക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിയാക്കി തന്ന് ഈ മാസം 22-ന് അമ്മയുടെ അനുഗ്രഹം. കാരണം ഞാൻ ഇവിടുന്ന് കയറാൻ പോവുക, പഠിക്കാൻ പോവുകയാണ് UK-ലോട്ട്. ഒരുപാട് നന്ദിയുണ്ട് അമ്മയെടുത്ത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അത് കണക്ക് തന്നെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അത് മനസ്സിലാവും. കാരണം ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് പള്ളിയിൽ പോകുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവും. എനിക്ക് ദിവ്യപൂജയ്ക്ക് പോകാൻ പറ്റത്തില്ല, കാരണം PGക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് എനിക്ക് 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം കോളേജിൽ എത്താൻ. അപ്പോൾ അതിന് പോകാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയി തുടങ്ങി. ഞാൻ കുമ്പസരിച്ച് തുടങ്ങി, 2-3 ആഴ്ച കൂടുമ്പോൾ കുമ്പസരിച്ച് തുടങ്ങി. അത് കണക്ക് തന്നെ ഞാൻ ഞങ്ങളുടെ കൊല്ലത്തൊരു പള്ളിയുണ്ട്, കൈകെട്ടി ഈശോ എന്ന് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ഭിക്ഷാടനക്കാർ അവിടെ നിന്ന് ഇരിക്കുന്ന കാണാം. ഞാൻ എല്ലാ ആഴ്ചയിലും അവർക്ക് പൊതിച്ചോറ് കൊടുക്കാൻ തുടങ്ങി, കൊണ്ടുപോയി. ഒന്നെങ്കിൽ ഞാൻ തന്നെ വീട്ടിൽ ചെയ്ത് കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് അവർക്ക് കൊണ്ടു കൊടുത്തു തുടങ്ങി. അത് കണക്ക് തന്നെ സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും വൈകുന്നേരം ചൊല്ലി തുടങ്ങി. പറ്റുന്ന ദിവസങ്ങളെല്ലാം ഞാൻ പള്ളിയിൽ പോയി തുടങ്ങി. ഇതൊക്കെ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെ കിട്ടിയ മാറ്റങ്ങളാണ്. ഒരുപാട് നന്ദി അമ്മയ്ക്കും ദേവുമാരനും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:4 കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. അനില എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ ആനന്ദ കണ്ണീരോടുകൂടി ജീവിതത്തിൽ ലഭിച്ച എല്ലാ നന്മകളെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി വ്യക്തിപരമായി എടുക്കുന്നതിന് മുമ്പ്, കൃപാസനത്തിൽ ആദ്യമായി വരുന്നതിന് മുമ്പ് അമ്മയ്ക്കുണ്ടായ ഒരു രോഗാവസ്ഥയിലും ആ രോഗം വളരെ കലശലായി മാറുന്നു എന്ന സൂചന കുടുംബത്തിന് കൈമാറിക്കൊണ്ട് ഡോക്ടർമാർ ഗൗരവമുള്ള പരിശോധനകളിലേക്ക് പ്രവേശിക്കുന്ന ദിവസങ്ങളിലാണ് മകൾ ആദ്യമായി കൃപാസന മാതാവിനെ വിളിച്ച് നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ തൊണ്ടയുടെ അസുഖം പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയാൽ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ മകളായി ജീവിച്ചു തുടങ്ങുമെന്ന വാക്ക് കൊടുത്തുകൊണ്ടാണ് മകൾ ആ ദിവസങ്ങളിലൊക്കെയും കൃപാസനം അമ്മയുടെ തിരുനടയിൽ പ്രാർത്ഥിച്ചതെന്ന് മകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏത് ആശുപത്രിയും ഏത് ഡോക്ടറുമാണോ തുടർ പരിശോധനകൾക്ക് വേണ്ടി നിർദ്ദേശിച്ചത്, അവർ തന്നെ അടുത്ത തവണ ചെല്ലുമ്പോൾ ഒന്നും വേണ്ട, തൊണ്ടയിലെ ആ രോഗാവസ്ഥ മുഴുവനും സൗഖ്യപ്പെട്ടിരിക്കുന്നുവെന്ന് മകളോടും കുടുംബത്തോടും പറയുമ്പോഴാണ് വളരെ നന്ദിയോടും സ്നേഹത്തോടും കൂടി തിരുനടയിലെത്തി മകൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നത്. അതുതന്നെ മകൾക്ക് അമ്മ മാതാവിനോടുള്ള ഒരു സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമാണ്. വേണമെങ്കിൽ ആദ്യത്തെ ആ ഒരു അനുഗ്രഹം ലഭിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് കരുതി വേണമെങ്കിൽ വരാതിരിക്കാമായിരുന്നു. വീട്ടിൽ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് കരുതി ആ പ്രാർത്ഥന തുടരാമായിരുന്നു. അത് രണ്ടും ചെയ്യാതെ മകൾ നേരിട്ട് മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ജീവിക്കുവാൻ കാണിച്ച ആ മനസ്സ്, അത് അമ്മ മാതാവിനോടുള്ള വിശ്വസ്തതയുടെ, സ്നേഹത്തിൻ്റെ, ശരണപ്പെടലിൻ്റെ അടയാളമാണ്. രണ്ടാമത് മകൾ പറയുന്നുണ്ട്, മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണ് ഉടമ്പടിയിൽ ആദ്യം പ്രാർത്ഥിച്ചത്. അതും ശരിക്കും നമ്മൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ
ഒരു കൗതുകവും അത്ഭുതവും ലഭിക്കുന്ന കാര്യമാണ്. മറ്റൊരു വ്യക്തി വിദേശത്ത് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ ആ വ്യക്തി എങ്ങനെയും പോകുന്നതിന് വേണ്ടി, തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി നിരന്തരം ഉടമ്പടിയുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ആ വ്യക്തിയുടെ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. തനിക്ക് തന്നെ ആവശ്യങ്ങൾ പലതുള്ളപ്പോഴും അതിലും പ്രാധാന്യം മറ്റൊരാൾ, ഇപ്പോൾ അറിയാവുന്നൊരാൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിനുവേണ്ടി ജീവിതത്തെ, ആ നിയോഗത്തെ, പ്രാർത്ഥനകളെ സമർപ്പിച്ചു കൊണ്ടിരിക്കുക. അതും അനുഗ്രഹിക്കപ്പെടുമ്പോൾ അർത്ഥമാവുക മകളുടെ ഉടമ്പടി ജീവിതത്തിന് അമ്മ മാതാവ് വഴി ഈശോയുടെ അരികിൽ മതിപ്പുള്ളതായി മാറുന്നു എന്ന് തന്നെയാണ്. മൂന്നാമത് മകൾ പറയുന്നത് അവളുടെ വിദേശത്തേക്കുള്ള പഠനവും യാത്രയും കുറിച്ചാണ്. മെറിറ്റ് ഏതാണ്ട് 0 പോകുന്നുവെന്ന് അവൾ പറയുന്നുണ്ട്. 3 തവണയും പരാജയപ്പെടുന്നു. എങ്കിലും അമ്മ മാതാവ് കൈവിടുന്നില്ല എന്നതിൻ്റെ അടയാളങ്ങളാണ് ഉടൻ തന്നെ പ്രത്യേക സൂം ഇൻ്റർവ്യൂവിലൂടെ അവൾക്കവിടെ പഠനത്തിന് ഈ വർഷം തന്നെ ചേരുവാനുള്ള വഴികൾ തുറക്കുന്നത്. പിന്നീടും പ്രതിസന്ധികളിലൂടെ മകളെ ഒന്ന് പരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ 1 പത്രോസിൻ്റെ 1:7 നമ്മൾ കാണുന്നുണ്ടല്ലോ, അല്പകാലത്തെ വർക്കും തനിക്ക് പിന്നാലെ കൊടുത്തവർക്കും വിസ വരുമ്പോൾ തനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് വരുന്നില്ല എന്ന ആശങ്കപ്പെട്ട നിമിഷങ്ങളിൽ ഇവിടെ അമ്മയുടെ തിരുനടയിലെത്തി കണ്ണീരോടുകൂടി മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ വിസയുടെ തടസ്സങ്ങൾ മാറി മകളുടെ കരങ്ങളിൽ അതെത്തുകയും വിദേശ യാത്രയ്ക്ക് മകൾക്ക് സാധ്യമാവുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇതൊരു ഉടമ്പടിയുടെ സ്നേഹത്തോടു കൂടി ശരണപ്പെടുന്നവരുടെ സാക്ഷ്യമാണ്. അവിടെ എന്നും അമ്മ മാതാവിനോട് മക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ ഓരോന്നും പറയുക, ചോദിക്കുക, സങ്കടം വരുമ്പോൾ നിലവിളിക്കുക, സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടുക. മകൾ പറയുന്നുണ്ട്, വിസ കിട്ടിയെന്നറിഞ്ഞ ദിവസം ഞാൻ ഒത്തിരി നിലവിളിച്ചുവെന്ന്. അത് സങ്കടത്തിൻ്റെതല്ല, അത് ഹൃദയത്തിൽ ആനന്ദം അതിയായി വരുമ്പോൾ അറിയാതെ ഹൃദയം നിറഞ്ഞ് കണ്ണീര് വരുന്നതാണ്. അത് മാതാവ് നൽകി എന്നതിൻ്റെ സന്തോഷമാണ്. മാതാവിൻ്റെ പ്രാർത്ഥന കേട്ടു എന്നതിൻ്റെ സന്തോഷമാണ്. മാതാവിൽ ആശ്രയിച്ചാൽ അതൊരിക്കലും പാഴാവില്ല എന്നതിൻ്റെ സന്തോഷമാണ്. ഈ സന്തോഷമാണ് ഈ അൾത്താരയിൽ ഈ മകൾ ഇന്ന് സാക്ഷ്യപ്പെടുത്തുക. മകൾക്ക് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിപൂർവ്വം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. എൻ്റെ പേര് ഡയാന ജെ. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഫെബ്രുവരി 20 ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് ഒരു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓവറിയിലും യൂട്രസിലും മുഴയുണ്ടെന്ന്. വലിയ കുഴപ്പമില്ല, മരുന്നൊന്നും കഴിക്കണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 1 വർഷം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, എന്നാലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ CA-125 എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിച്ചു. അത് ഒവേറിയൻ ക്യാൻസറിൻ്റെ ടെസ്റ്റായിരുന്നു. ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പോസിറ്റീവായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്നെ അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തതായിരുന്നു, ക്യാൻസർ പേഷ്യൻ്റ് എന്നും പറഞ്ഞ്. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയില്ല, നേരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും മേടിച്ചു. തൈലം കൊണ്ട് എന്നെ ജോസഫ് അച്ഛൻ ബ്ലെസ് ചെയ്തു, തൈലം പൂശി. അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വീണ്ടും CA-125 ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് നെഗറ്റീവാണ് കാണിച്ചത്. ഡോക്ടറിനെ റിസൾട്ട് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മരുന്ന് പോലും കഴിക്കണ്ട. എന്നാൽ ഞാൻ അങ്ങോട്ടാണ് ഡോക്ടറിനോട് പറഞ്ഞത് ഓവറിയും യൂട്രസ് റിമൂവ് ചെയ്യാമെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് പോലും കഴിക്കണ്ട, കുഴപ്പമില്ല, നോർമലാ, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തയാ, വെറുതെ യൂട്രസ് റിമൂവ് ചെയ്യണ്ടെന്ന്. എൻ്റെ 2ാമത്തെ ഉടമ്പടിയെന്ന് വെച്ചാൽ ഇതെൻ്റെ ഇളയ മകനാണ്. മോന് ചെവിയുടെ ഭാഗത്തൊരു മുഴയുണ്ടായിരുന്നു, കൊച്ചിലേ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്നൊക്കെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു മുഴ വലുതാകുന്നോ എന്ന് നോക്കിയാൽ മതി എന്ന്. ഇപ്പോൾ നോക്കിയപ്പോൾ മുഴ അടുത്തത് വീണ്ടും വന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു, മോൻ്റെ മുഴ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്ന്. എന്നിട്ട് ഞങ്ങളത്
ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചപ്പോൾ നോർമൽ മഴയാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ നിയോഗത്തിൽ ഞാൻ എഴുതിയതല്ല, എനിക്ക് അഖണ്ഡ ജപമാലയ്ക്ക് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് അഖണ്ഡ ജപമാലയുടെ അന്നായിരുന്നു പീരീഡ്സിൻ്റെ ഡേറ്റ്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. തലേന്ന് ചെറുതായിട്ട് ബ്ലീഡിങ് ആയി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ ഇതുവരെയും പങ്കെടുത്തിട്ടില്ല, ആദ്യമായിട്ട് പങ്കെടുക്കാൻ വരുക, എന്നെ അതിനനുവദിക്കണമെന്ന്. തലേന്ന് മാത്രം ചെറിയ ബ്ലീഡിങ്ങേ ഉള്ളായിരുന്നു. സാധാരണ എനിക്ക് ആദ്യത്തെ ദിവസം ഭയങ്കര വിറയലും കിടുങ്ങലും ഒക്കെയാണ്. പക്ഷേ മാതാവ് എനിക്ക് ആ തലേന്നത്തെ ബ്ലീഡിങ് അല്ലാതെ അന്നത്തെ ദിവസം എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ അഖണ്ഡ ജപമാലയ്ക്ക് പങ്കെടുത്തു. പിന്നെ എൻ്റെ അടുത്ത നിയോഗം എന്ന് വെച്ചാൽ, എൻ്റെ മൂത്ത മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. ആദ്യത്തെ ഉടമ്പടിയിലെ നിയോഗമാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പഠിക്കാൻ നല്ല വലിയ കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. അതിനുശേഷം കൂട്ടുകാരുമായിട്ട് കൂടി ഉളപ്പായി. അങ്ങനെ ഞാൻ മോഡൽ എക്സാമിനൊക്കെ ചെന്ന് മാർക്ക് നോക്കിയപ്പോൾ വളരെ മോശമായി. ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി. എന്നിട്ട് ട്യൂട്ടോറിയലിലെ സാറിനെ വിളിച്ച് ഞാൻ കരഞ്ഞു. അവൻ വളരെ മോശമാണ്, അവന് മാർക്കൊക്കെ കുറവാണ്, അവനെ നല്ലോണം ശ്രദ്ധിക്കണമെന്ന്. എന്നിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചു, മാതാവേ അവന് ഫുൾ A+ കിട്ടി ജയിക്കണേന്ന്. എന്നിട്ട് ഞാൻ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, അത് അഹങ്കാരമല്ലേ, ഒരു 6 എണ്ണമൊക്കെ പോരേന്ന്. പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ നിയോഗത്തിൽ വെച്ചെങ്കിലും 6 എണ്ണമെങ്കിലും കിട്ടണേന്നൊരിതുണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ടിന് മുമ്പ് അവൻ എക്സാമിന് പോകുന്ന ദിവസമെല്ലാം ഞാൻ തൈലം കൊണ്ട് നെറ്റി പുരട്ടുകയും എൻ്റെ ഉടമ്പടി കാശുരോ ഇട്ട് കൊടുക്കുകയും ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് വന്ന് മേടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവൻ ഇംഗ്ലീഷിനൊക്കെ നല്ല മിടുക്കനാണ്. ഇംഗ്ലീഷ് ഫിസിക്സും ഒക്കെ അവന് നല്ലോണം അറിയാം. മലയാളവും ഹിസ്റ്ററിയുമാണ് എനിക്ക് അവന് പേടി. അപ്പം എല്ലാ ദിവസവും ഇവൻ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ജപമാല ചൊല്ലുമായിരുന്നു. ഇംഗ്ലീഷിൻ്റെ ദിവസം ഞാൻ ജപമാല ചൊല്ലിയില്ല. എനിക്ക് ഓവർ കോൺഫിഡൻസായി. അവൻ ഇംഗ്ലീഷിന് കുഴപ്പമില്ലല്ലോ, നല്ലോണം എഴുതുന്നതല്ലേ, അപ്പം അതിന് പ്രാർത്ഥിച്ചില്ലേലും വലിയ ഇതില്ലെന്നുള്ള ഇതായിരുന്നു. അങ്ങനെ അവൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം ഇംഗ്ലീഷിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും ഫുൾ A+, ഇംഗ്ലീഷിന് A ഉള്ളായിരുന്നു. അങ്ങനെ ആ മാതാവിനോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ റിവാലുവേഷന് കൊടുത്തപ്പം ഇംഗ്ലീഷിനും A+ ആയി. അങ്ങനെ എൻ്റെ മോന് ഫുൾ A+ ആയി. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഉടമ്പടി കൂട്ടായ്മ ഒരു ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോ പാവത്തുങ്ങളെ സഹായിക്കുന്നുണ്ട്. അതിനെന്നാൽ സഹായം ചെയ്യാവുന്നതെല്ലാം ഞാൻ സഹായിക്കും. പിന്നെ ഓരോ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിനൊക്കെ വീട്ടിൽ വരുമ്പോൾ എന്നാൽ കഴിയുന്ന ഡ്രസ്സൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും ഞാൻ ഇവിടെ വരും. ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ബസ് കയറി ഇവിടെ വന്ന് പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട്. വ്യക്തിപരമായുള്ള മാറ്റം എന്ന് പറയുമ്പോൾ, ഞാൻ സാധാരണ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നത് തന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പം കൃത്യമായി ഞായറാഴ്ച കുർബാനയ്ക്ക് പങ്കെടുക്കുകയും നല്ല വിശ്വാസത്തോടു കൂടി ആണ് പങ്കെടുക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ ജപമാല ചെല്ലാറുണ്ടായിരുന്നു. നേരത്തെ ജപമാലയൊന്നും അങ്ങനെ ചെല്ലാറില്ലായിരുന്നു. ഇപ്പം കൃത്യമായി ജപമാല ചെല്ലും. അരമണിക്കൂർ ബൈബിള് വായിക്കും. മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ദിവസം ഒരു 5 ജപമാലയെങ്കിലും മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. ദൈവം ബലവും ഗാനവുമായ, ദൈവം രക്ഷയായ അനുഭവങ്ങളാണ് ഉടമ്പടിയുടെ അനുഭവ സാക്ഷ്യങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുക. ഓരോ വ്യക്തികൾക്കും അവരുടെ അനുഭവ സാക്ഷ്യം അത് ഏറ്റവും ദൈവം അവരോട് ചേർന്ന്, അവർ ദൈവത്തോട് ചേർന്ന് നിന്ന അനുഭവങ്ങളാണ്. ഇന്നിവിടെ തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു ഡോക്ടേഴ്സ്. എന്നാൽ പിന്നീട് തൻ്റെ റിസൾട്ടിൽ പോസിറ്റീവായിരുന്നത് ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നും പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. എന്നാൽ അവിടെ പോയില്ല. ഈ മകൾ വന്നത് കൃപാസനത്തിലെ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ്, പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക്.
അമ്മയെ വന്ന് കാണുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ സ്വീകരിക്കുന്നു. പിന്നീടാണ് ഡോക്ടേഴ്സിനെ കാണാൻ പോവുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തനിക്ക് അത് താനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നും പറഞ്ഞ് വിട്ട ആ റിസൾട്ട് പിന്നീട് നോക്കുമ്പോൾ ആ റിസൾട്ട് നെഗറ്റീവാണ്. അതായത് പിന്നീട് തനിക്ക് ആ ഒരു അസുഖമേ തനിക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടുന്നത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. അതുപോലെ വീണ്ടും തൻ്റെ മക്കളുടെ കാര്യം, മകൻ്റെ കൂടെ നിൽക്കുന്ന മകൻ്റെ രോഗസൗഖ്യവും മറ്റൊരു മകൻ്റെ പരീക്ഷാ വിജയം, അതിലൊക്കെ നാം ദൈവത്തെ പൂർണ്ണമായും ദൈവത്തിന് ഏൽപ്പിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസം, ആ വിശ്വാസവും അതുപോലെ ദൈവസ്നേഹവും നാം അതിൽ ഉൾപ്പെടുത്തണം. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞാണ് നാം നമ്മുടെ ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെയൊക്കെ കാര്യത്തിൽ അത് പൂർണ്ണമായും ദൈവം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ട് തന്നെ നാം നമ്മുടെ മക്കളെ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്ന് അല്പം വിട്ടുപോയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഈ മകൾ പറഞ്ഞു. തൻ്റെ മകന് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റുകളൊക്കെ ഈ മകളും ഈസി ആയിട്ട് തന്നെ എടുത്തു. എന്നാൽ അവിടെ പിന്നീട് അമ്മയോട് ക്ഷമ പറയുകയും എല്ലാറ്റിനും A+ കിട്ടുകയും ഒക്കെ ചെയ്യുന്ന കാര്യം നാം അനുഭവത്തിൽ, ഈ സാക്ഷ്യത്തിലൂടെ നാം കേൾക്കുകയായിരുന്നു. ജീവിതത്തിൽ നമുക്ക് ഈശോ നമ്മോട് കൂടെയുള്ള അനുഭവ സാക്ഷ്യങ്ങളാണ് നമുക്ക് അൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ ഈ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, തനിക്ക് എത്രമാത്രം ഇന്ന് ജപമാലയോടൊക്കെ താൻ അത് ജപമാല ഇഷ്ടപ്പെട്ട് ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാന എത്രമാത്രം ശ്രദ്ധയോടെ തീഷ്ണതയോടെ അതിലൊക്കെ പങ്കുചേരുന്നു. ആത്മീയമായിട്ടും അതുപോലെ വ്യക്തിപരമായിട്ടുമൊക്കെ തനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഈ മകൾ പറയുമ്പോൾ ഇനിയും ഇവരുടെ ജീവിതത്തിൽ ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഈ മകൾക്കാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് സുമിഷ, ഇതെൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളുടെ മക്കൾ. ഹസ്ബൻഡിൻ്റെ പേര് രാജേഷ്, മകൻ ഋതുരാഗ്, മകൾ ഋതിക. ഞങ്ങൾ മലപ്പുറം തിരൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജനുവരി 2-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഹസ്ബൻഡിന് 3 വർഷമായിട്ട് BP ഉണ്ടായിരുന്നു. അത് തുടർച്ചയായിട്ട് മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം മരുന്ന് മുടങ്ങിയാൽ തലേൻ്റെ ബാക്കിൽ ഭയങ്കര വേദന ഉണ്ടാവൽ. ഞങ്ങളിവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. ഉടമ്പടിയിലെ ഉപ്പും തേനും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, പുരട്ടി. 15 ദിവസം കൊണ്ട് ഞങ്ങൾക്കത് മാറിക്കിട്ടി. പിന്നെ ഇതുവരെ ആയിട്ട് മരുന്ന് കഴിച്ചിട്ടില്ല, യാതൊരു കുഴപ്പവും ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല. അമ്മ അത് സൗഖ്യപ്പെടുത്തി തന്നു. രണ്ടാമത്തത്, എൻ്റെ മകൾക്ക് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. 1 വയസ്സായപ്പോൾ തുടങ്ങിയതായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ച് മരുന്ന് കഴിച്ച് യാതൊരു മാറ്റവും ഉണ്ടായില്ല. കഴിക്കുമ്പോൾ മാത്രം മാറും, പിന്നെ വീണ്ടും തുടങ്ങും. ഡോക്ടർമാർ പറഞ്ഞു കുട്ടിയെ പ്രായമായി വരുമ്പോഴത്തേക്കും മാറിക്കോളും എന്നാണ്. ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചിരുന്നു. 3 ദിവസം കൊണ്ട് ഉടമ്പടി തൈലം പുരട്ടി ഞങ്ങൾക്കത് മാതാവ് മാറ്റി തന്നു. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. അടുത്ത ഹസ്ബൻഡ് പറയാം. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഹനങ്ങൾ, കുറേ വർഷങ്ങളായിട്ട് വാഹനങ്ങളുണ്ടായിരുന്നു. വാഹനങ്ങൾ ഓടിക്കുന്ന ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ട് കാരണം ഒരു വ്യക്തിക്ക് പണയപ്പെടുത്തി വണ്ടി കൊടുത്തു. ഇങ്ങോട്ട് വരാൻ വണ്ടി ഇല്ലാതായി. അങ്ങനെ ഇവിടെ അമ്മയോട് മാതാവിനോട് പറഞ്ഞു, എന്താണ് ചെയ്യാം മാതാവേ, ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒന്ന് രക്ഷിക്കണം, വണ്ടി തിരികെ കിട്ടാൻ വേണ്ടി സഹായിക്കണം മാതാവേ. അത് പറഞ്ഞ് ഇവിടുന്ന് പോയി. മറ്റുള്ള എല്ലാവർക്കും വ്യക്തികൾക്ക് തരാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പിന്നെ അവിടെ വണ്ടി നേരെ വെക്കുമ്പോൾ മലപ്പുറത്തുനിന്ന് ഇവിടെ വന്ന് പോകുമ്പോൾ 1 ദിവസം പിടിക്കും. കൊണ്ടുപോയിക്കോളെന്ന് പറയും, പിന്നെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മാതാവിനോട് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇങ്ങനത്തെ അവസ്ഥ. മാതാവ് അടുത്ത വരവിൽ ഞങ്ങൾക്ക് ആ വണ്ടി തിരികെ കേൾക്കാൻ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വെച്ചതായിരുന്നു. അത് കൊടുത്ത് ആ വ്യക്തി വേറൊരു വ്യക്തിയെ പൈസ തന്നു.
രണ്ടാമത്തെ ദിവസം തന്നെ വണ്ടി എടുത്തു. അടുത്തവർ ഞങ്ങൾ ആ വണ്ടിയായിട്ട് ഇവിടെ വന്നത്. അത് ഭയങ്കര ഒരു അത്ഭുതം ആയിരുന്നു. ഭയങ്കര മാതാവിന് അത്രയും വലിയൊരു നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ വീടിൻ്റെ കാര്യം, വീട് ലോണിനായിരുന്നു. ആ ലോണ് അടയ്ക്കാൻ പറ്റാതെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അത് ഇവിടെ അച്ഛനെ വന്ന് കണ്ടു. ഇങ്ങനെ ലോൺ ജപ്തിയായിട്ടുണ്ട്. അവർ അച്ഛനെ കണ്ടു. വൈഫായിരുന്നു അച്ഛനെ കണ്ടത്. അങ്ങനെ വൈഫിനെ തലയിൽ വെച്ച് അച്ഛൻ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം കിട്ടി. പിന്നെ അടുത്ത മാസം തന്നെ ഇവിടേക്ക് തിരികെ വരുമ്പോൾ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അതും അടച്ചു. ഞങ്ങൾ ജപ്തിയൊന്നും ഇല്ലാതെ എല്ലാ അനുഗ്രഹവും മാതാവിൻ്റേതായിരുന്നു. മാതാവ് അത്രയും ഞങ്ങൾ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, പ്രസിദ്ധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തത് പത്രങ്ങൾ കൊടുക്കുക, വീട്ടിൽ കയറി എല്ലാ വീട്ടിലും, ആരെ വീടാണ് ഏത് വീടെന്നൊന്നും അറിയില്ല, എല്ലാ വീട്ടിലും ഞങ്ങൾ അറിയാത്ത മേഖലയിലും പോയി വീടുകളിൽ പോയിട്ട് കൊടുക്കുകയായിരുന്നു. പത്രങ്ങൾ എത്ര കിട്ടിയാലും 5 കെട്ട് 10 കെട്ട് മേടിച്ച് പോവും. പിന്നെ മാസം വരുമായിരുന്നു. അങ്ങനെ എല്ലാം അനുഗ്രഹവും ഞങ്ങൾക്ക് മാതാവ് സാധിച്ചു തന്നു. പിന്നെ ബൈബിൾ വായിക്കൽ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്ന് ഡെയിലി വായിക്കുമായിരുന്നു. അരമണിക്കൂറായിരുന്നു പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ ആദ്യം അതൊന്നും അറിയില്ലായിരുന്നു, ബൈബിൾ എങ്ങനെയാണ് വായിക്കുക, ഒന്നും ഇതിനെ പറ്റിയ ഒരു അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വായിച്ചു എല്ലാ ദിവസവും മുടങ്ങാതെ വായിച്ചു. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:14 എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. സുമിഷ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുടുംബം മുഴുവനും ചേർന്ന് അമ്മ മാതാവിന് ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടും നിറക്കണ്ണുകളോടും സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യം സഹോദരി പങ്കുവെച്ചത് ജീവിത പങ്കാളിക്ക് 3 വർഷത്തിലേറെയായി തുടർച്ചയായി ഉണ്ടായിരുന്ന കൂടിയ ബ്ലഡ് പ്രഷറും അതുമൂലമുണ്ടായ ശാരീരിക അസ്വസ്ഥതകളുമാണ്. പലപ്പോഴും മരുന്ന് കഴിച്ചിട്ട് താൽക്കാലിക ശമനമല്ലാതെ ശാശ്വത പരിഹാരമൊന്നുമില്ലാതെ കുഴങ്ങിയ നാളുകളിൽ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 15 ദിവസത്തിനുള്ളിൽ വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൽ നിയോഗം എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായി BP നോർമലാക്കിക്കൊണ്ട് ആ വലിയ ക്ലേശത്തെയും അസ്വസ്ഥതകളെയും മാറ്റിക്കൊടുക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്തുവെന്ന്. രണ്ടാമത് കുഞ്ഞിന് 2 വർഷത്തോളമായുള്ള സ്കിൻ അലർജിയുടെ പ്രയാസങ്ങൾ, പല ഡോക്ടർമാരും അത് മരുന്ന് കൊടുത്ത് ശരിയാവാത്തത് കൊണ്ട് വലുതാകുമ്പോൾ മാറിക്കൊള്ളുമെന്ന് താൽക്കാലിക ആശ്വാസം പറഞ്ഞ് വിടുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി 3 ദിവസം തുടർച്ചയായി പുരട്ടി കഴിയുമ്പോൾ അത്ര നാളും കുടുംബം വല്ലാതെ മോളെക്കുറിച്ച് വിഷമിച്ചിരുന്ന ആ ശാരീരിക അസ്വസ്ഥതയിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് രണ്ടും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയെ നമുക്ക് കാട്ടിത്തരികയാണ്. പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഒരു സവിശേഷതയാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ ഏതൊരു ഗൗരവ വിഷയത്തിലും മക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമയം ചുരുക്കിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട്, സൗഖ്യമായും സംരക്ഷണമായും ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളെ കാണുകയും നിങ്ങൾക്കത് അനുഗ്രഹമാക്കി നൽകുകയും ചെയ്യുമെന്ന് നിരന്തരം പങ്കുവയ്ക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ കുടുംബവും ഈ 2 വിഷയങ്ങളിലും നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ ഒത്തിരി നാളായി വേദനിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയെന്ന് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത് 2 സാമ്പത്തിക മേഖലയുടെ വിഷയങ്ങളാണ് സഹോദരൻ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, സ്വന്തമായിട്ടുണ്ടായിരുന്ന വാഹനം കടബാധ്യത മൂലം മറ്റൊരാൾക്ക് 2 മാസത്തേക്ക് കൊടുത്തിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും തിരികെ എടുക്കുവാൻ പറ്റാത്ത സാഹചര്യം. എല്ലാവരും വണ്ടിയില്ലാത്തതിനെ ഇവരെ ഒന്ന് കൊച്ചാക്കി സംസാരിക്കുകയും എവിടെ പോയി എന്ത് പറ്റിയെന്ന് കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വലിയ മനോവിഷമമായി കുടുംബത്തിൽ മാറുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് മറ്റൊരു വ്യക്തിയിലൂടെ പണം കണ്ടെത്താനും വേഗത്തിൽ ഏതാണ്ട് 1.5 മാസത്തിനുള്ളിൽ തന്നെ വാഹനം സ്വന്തമാക്കും വിധം അമ്മ മാതാവ് കുടുംബത്തെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊന്ന് 4 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത, ജപ്തിയുടെ വക്കുവരെ എത്തിയ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ. അതും ഇതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും
അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ബ്ലെസ്സിങ് നേടിക്കൊണ്ട് പോവുകയും അച്ഛൻ കൊടുത്ത കാശുരൂപം വീടിൻ്റെ അരികിൽ കുഴിച്ചിട്ട് അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയിൽ അത് പ്രാർത്ഥിക്കുമ്പോൾ ആ ജപ്തി നടപടികൾ ഒഴിവാകുകയും കടബാധ്യത മാറുകയും ചെയ്യും വിധം പണം കുടുംബത്തിന് ശരിയായി കിട്ടിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ വലിയ അനുഭവം, സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കണ്ണീര് തുടക്കുന്ന അനുഭവം കുടുംബത്തിന് ലഭിച്ചുവെന്ന് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തിന് അമ്മ മാതാവിലൂടെ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ദൈവപിതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കും. പേര് ടിൻസി. ഞാനിപ്പോൾ വരുന്നത് സെൻറ് എഫ്രൈം ചർച്ച് പൊയ്യയിൽ നിന്നാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ പൊയ്യ ആയതാണ്. ഇപ്പോഴത്തെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് മൂക്കന്നൂരാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 6/5/2023 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും വളരെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യമാണ് എൻ്റെ വിവാഹം. അപ്പോൾ ഞാൻ എടുത്തത് 6/5/2023. എൻ്റെ വിവാഹത്തിന് അമ്മച്ചി 19-ാം വയസ്സ് തുടങ്ങി അമ്മച്ചി ആലോചിക്കുന്നതാണ്. എനിക്ക് ഇന്ന വയസ്സിൽ തുടങ്ങിയ കല്യാണ ആലോചനകൾ. പക്ഷേ എനിക്കിതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ എല്ലാ പെൺകുട്ടികളും പറയുന്ന പോലെ തന്നെ കല്യാണത്തിൽ താല്പര്യം ഇല്ലാത്തൊരു മൈൻഡായിരുന്നു എനിക്കും. പക്ഷേ വീട്ടിൽ നിന്നും വളരെയധികം പ്രഷർ ഉണ്ടായിരുന്നു. ഇനി നീ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും, അങ്ങനെ പിന്നെ വേറെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു തുടങ്ങി. എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാവരും വിവാഹം കഴിച്ചവർക്ക് പിള്ളേരായി. അപ്പോൾ എന്താ നിൻ്റെ പ്ലാൻ, അങ്ങനെ എല്ലാവരും ചോദിച്ച് ആകെ മുഴുവൻ ഒരു പ്രഷറായിരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും, എനിക്ക് ഇപ്പോൾ തുടങ്ങി നോക്കിയില്ലെങ്കിൽ എനിക്കും കിട്ടില്ല, ഞാനും ഇങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ. പിന്നീട് അത് എനിക്ക് തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തും, നീ അന്ന് നോക്കാഞ്ഞിട്ടല്ല നിങ്ങൾ നിന്ന് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ആലോചിച്ച് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നു. വളരെയധികം മാനസികമായിട്ട് പ്രഷർ പിടിച്ചിരിക്കുന്ന നേരത്ത് എനിക്ക് തോന്നി ഞാനായിട്ട് അതായത് ഒരാൾ ചൂസ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അപ്പോൾ ഞാനായിട്ട് ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് മാതാവിനോട് തന്നെ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. കൃപാസന മാതാവിനെക്കുറിച്ച് എനിക്ക് 2019 തുടങ്ങി അറിയാവുന്നതാണ്. അമ്മച്ചി ഉടമ്പടി എടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് അന്ന് ഒരാൾക്ക് എടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയത് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ തന്നെ ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഡ്യൂട്ടിയിൽ, ഞാനൊരു നേഴ്സാണ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ചേച്ചി എന്നോട് വന്ന് പറഞ്ഞു ഒരു ആലോചന നോക്കട്ടെ എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പം ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ഉടമ്പടി എടുത്തതല്ലേ, ആദ്യമായിട്ട് ഒരാൾ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നതാണ്, എന്നാൽ ശരി നോക്കാമെന്ന് വെച്ച് ഞാൻ തമാശ രീതിയിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് നമ്പർ ചോദിച്ചു, ഞാൻ നമ്പറും കൊടുത്തു. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എന്നെ ഒരാൾ വിളിച്ചു കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നൊരു ചേച്ചിയാണ്. ആദ്യം സംസാരിച്ചു, പിന്നെ അവരത് ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ എന്നെ അപ്രോച്ച് ചെയ്തു. അപ്പം പിന്നെ ഞാൻ അവരുടെ മകനായിട്ട് സംസാരിച്ചു. പക്ഷെ എന്നാലും എനിക്ക് ആളെ നേരിട്ട് കാണാണ്ട് ഞാൻ എങ്ങനെയാണ് ഉറപ്പിക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു. ആൾ പുറത്തായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. വന്നത് 2024 ജൂലൈയിലാണ്. അപ്പോൾ അത്രയും നാളും വിളിക്കുമായിരുന്നു, പക്ഷെ എന്നാലും അത്ര ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരിട്ട് വന്ന് കണ്ടിട്ട് തീരുമാനിക്കാം എന്നൊരു ചിന്തയിലായിരുന്നു. അപ്പോൾ ഇത്രയും നാൾ ഗ്യാപ്പ് വരാൻ കാരണം ആൾ വന്നത് ജൂലൈ 23 വന്നു. പിന്നെ ജൂലൈ 28 വന്ന് കണ്ടു കഴിഞ്ഞിട്ടും എനിക്ക് ഇത് ഉറപ്പിക്കണോ വേണ്ടേ എന്നുള്ള വളരെയധികം മാനസികമായ സംഘർഷത്തിലായിരുന്നു. ഇത് തന്നെയാണോ മാതാവ് എനിക്ക് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആകെ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് ഇത് തന്നെയാണെങ്കിൽ അമ്മ നടത്തി തരണേ, അല്ലെന്നുണ്ടെങ്കിൽ അത് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കുറേ ഇതായി. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും കാണാൻ വേണ്ടി ചെന്നു. അന്നും വളരെയധികം ഭയങ്കര വിഷമം. ഇത്ര പെട്ടെന്ന് കല്യാണം വേണോ, ഞാൻ ഒരാളെ അന്വേഷിച്ച് നമുക്കൊന്ന് സെറ്റാക്കാന്നേ ഉള്ളായിരുന്നു. ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നും പറഞ്ഞപ്പോൾ അതും ഭയങ്കര അധികം മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അപ്പം ഞാൻ കുറേ പ്രാർത്ഥിച്ചു, എന്ത് ചെയ്യും, വളരെയധികം മാനസിക സംഘർഷം കാരണം അങ്ങോട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പം ഒരു സാക്ഷ്യം കേൾക്കാമെന്ന് തോന്നി. ഒരു സാക്ഷ്യത്തിലൂടെ മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു ഉത്തരം തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ സാക്ഷ്യം വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഏതെങ്കിലും വിവാഹത്തിൻ്റെതായ രീതിയിലൊരു സാക്ഷ്യമായിരിക്കും കിട്ടാൻ പോകുന്നത്, ആരെങ്കിലും വിവാഹത്തിൻ്റെ കാര്യമായിരിക്കും പറയുന്നതെന്ന് വിചാരിച്ചു. അപ്പം ഒരു OET കിട്ടുന്നതിൻ്റെ ഒരു സാക്ഷിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എനിക്ക് ഈ OETയുടെ സാക്ഷ്യം തന്നെ എന്തായാലും കാണാം, എന്തെങ്കിലും മാതാവ് എന്തെങ്കിലും പറയായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് വിഷമത്തോടെയാണെങ്കിലും ഞാൻ ഇരുന്ന് കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞ് ഒരു പകുതി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനകത്ത് ആ കുട്ടി അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ആ കുട്ടിയെ നയിച്ച ഒരു വചനത്തെക്കുറിച്ചാണ്. അപ്പോൾ അവൾക്ക് കിട്ടിയ വചനം ഇതായിരുന്നു, ദുഃഖം സന്തോഷമായി മാറും. അപ്പോൾ എനിക്കും അതൊരു ഭയങ്കര ഒരു കാര്യമായി. ഇപ്പം എനിക്ക് സങ്കടമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. ആ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ആ ഒരു വചനത്തിൽ നിന്ന് വളരെയധികം ഒരു ആത്മധൈര്യം കിട്ടി. അങ്ങനെ ഞാൻ ഇതിന് മുന്നോട്ട് പോയി. പിന്നെ ഒത്തിരി പ്രാർത്ഥിക്കായിരുന്നു എപ്പോഴും. എനിക്ക് ഇത് കാരണം പെട്ടെന്ന് വന്നൊരു കല്യാണം ആയതുകൊണ്ട് തന്നെ നമുക്കതിന് ഫൈനാൻഷ്യലിയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും കാര്യമായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആളായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും സ്വരുക്കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മാതാവ് അതിനും എനിക്ക് സഹായം നൽകി. എനിക്ക് ഒത്തിരി പേര് സഹായങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു.
കുറേ പേര് വള തന്ന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഫൈനാൻഷ്യലി കുറച്ച് പേര് സഹായിച്ചായിരുന്നു. അങ്ങനെ ഒരു ലോണും എനിക്ക് എടുക്കേണ്ട വന്നില്ല. ഒരു പ്രത്യേകിച്ച് ഒന്നിൻ്റെ ആവശ്യം തന്നെ വന്നില്ല. കല്യാണം മംഗളമായി നടക്കാൻ വേണ്ടി വേണ്ട എല്ലാ സാമ്പത്തിക കാര്യങ്ങളും എനിക്ക് മാതാവ് തന്നെ ഒരുക്കി തന്നു. അങ്ങനെ സെപ്റ്റംബർ 23 ഈ വർഷം കല്യാണമായിരുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം, ഇപ്പോൾ OET IELTS അധികം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു കാര്യമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് എൻ്റെ വിവാഹം. അത് നടന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് നടന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. മാതാവിനും കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി. പിന്നെ വിശുദ്ധ തൈലം ഉപയോഗിച്ച്, ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് അല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിലായാലും തൈലം ആർക്കെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനത് തൈലം പൂശി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു വ്യക്തിക്ക് വേദന മാറിയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പത്രം വിതരണം ചെയ്യും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാവർക്കും പത്രം വിതരണം ചെയ്യും. രോഗികൾക്കും കൊടുക്കും, നമ്മുടെ ആശുപത്രിയിലുള്ളവർക്കും കൊടുക്കും, അല്ലാത്തവർക്കും പുറമേ ഉള്ളവർക്കും കൊടുക്കും. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രത്തിൽ ഞാൻ എപ്പോഴും വിശുദ്ധ തൈലം വെച്ചൊന്ന് കുരിശ് വരച്ച് ഈ പത്രം കിട്ടുന്നവർക്കെല്ലാം അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പം ആ പത്രം കൊടുക്കുന്നത്. പിന്നെ ഈ കൃപാസന ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് കോവിഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അന്ന് ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഞാൻ അന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇതും സമർപ്പിച്ച് പ്രാർത്ഥിക്കായിരുന്നു. ഞാൻ കോവിഡിൽ എത്രമാത്രം എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നേ വരെ എനിക്കൊരു കോവിഡ് ഒന്നും വന്നിട്ടില്ല. അതെല്ലാം മാതാവ് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഞാൻ ജോലിക്ക് പോവുള്ളൂ. നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യായിരുന്നു. അതായത് മാതാവ് എപ്പോഴും കൂടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും അങ്ങനെ ചീത്തയൊന്നും അങ്ങനെ കിട്ടാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചെറിയ കാര്യം, നമുക്ക് ചെറിയ കാര്യങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ നമുക്കത് മാനസികമായിട്ടും നമുക്ക് എപ്പോഴും ഒരു ഫീൽ ചെയ്യും. പിന്നെ ആത്മീയപരമായിട്ട് ഒത്തിരി വളർന്നിട്ടുണ്ട്. ഞാൻ ഞായറാഴ്ച ദിവസം മാത്രമാണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് പണ്ടൊക്കെ. ഇപ്പോൾ ഓഫ് കിട്ടിയാൽ പോലും എനിക്കിപ്പം ഇട ദിവസം പോകണമെന്നുണ്ടെങ്കിൽ പോലും മടിച്ചിങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും പോകണം എന്നുള്ളൊരു ആഗ്രഹം, പോകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ പോകും. അങ്ങനെ പോകുമ്പോൾ നമുക്കത് കൂടുതലൊരു അനുഗ്രഹം, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, അതായത് ഒരു ദിവസം നമ്മളുടെ ആത്മീയ ഭക്ഷണമായിട്ടുള്ള വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നൊരു ബോധ്യമൊക്കെ എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് സ്ഥിരം, അതായത് ആത്മീയ ഭക്ഷണം കിട്ടണം, നമ്മുടെ സാധാരണ ഭക്ഷണത്തെക്കാൾ ഉൾപ്പെടെ നമുക്ക് ആത്മീയ ഭക്ഷണം കിട്ടണമെന്ന് വിചാരിച്ച് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കണമെന്നുള്ളൊരു അതിയായ മോഹത്തോടു കൂടെ തന്നെയാണ് പോകുന്നത്. അതിനുവേണ്ടി കുമ്പസാരിക്കാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. മാസത്തിൽ കുമ്പസാരിക്കണം എന്നായിരുന്നു പണ്ടത്തേക്ക് എൻ്റെ ഒരു ചിന്ത. പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കൂടുതൽ കുമ്പസാരിക്കണം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ 2 ആഴ്ച കൂടുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് കുമ്പസാരിക്കാൻ ശ്രദ്ധിക്കും. പിന്നെ പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജപമാല എത്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബൈബിൾ വായിക്കുക. ഞാൻ പണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ നമ്മൾ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ മാത്രം ബൈബിൾ വായിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ അരമണിക്കൂറിൽ നിന്ന് വായിക്കുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അരമണിക്കൂറിൽ നിന്ന് വായിക്കണം, അതായത് ഒരു ബൈബിൾ ഫുള്ള് വായിച്ച് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഒരു ക്രിസ്ത്യാനിയായിരുന്നിട്ട് ഒരു ബൈബിൾ പോലും വായിക്കാനായിട്ട് ഫുള്ളും വായിച്ച് തീർന്നില്ലെങ്കിൽ അതെന്താ, അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ വന്നു. അപ്പോൾ എനിക്കത് മുഴുവൻ വായിച്ച് തീർക്കണം, ബൈബിളിനെ അറിയണം, വിശുദ്ധ ഗ്രന്ഥം ഫുള്ള് വായിക്കണം, അതിനെ അറിയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ഫുള്ള് വായിക്കും, കണ്ടിന്യൂസ് വായിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഇത് പത്രം കൊടുക്കും. പിന്നെ ഞാൻ ഞങ്ങളവിടെ ഒരു അഗതി മന്ദിരത്തിൽ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന് പൈസ കൊടുക്കും. എനിക്ക് അവിടെ ചെന്ന് ചെയ്യാനുള്ള ഇത് കിട്ടാറില്ല. ഞാനപ്പോൾ അവർക്ക് കൊണ്ട് പൈസ നൽകി അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിലെല്ലാം എല്ലാവരോടൊന്ന് സംസാരിക്കാനായാലും അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാനായാലും അവരോട് ഞാൻ ശരി സംസാരിക്കാനൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കാതെ, ഇപ്പം ഞാനിപ്പം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഓടുന്ന നേരത്തായിരിക്കും ആരെങ്കിലും വന്നിട്ട് എന്നോട് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുക, ചേച്ചി അതൊന്നും, അല്ലെങ്കിൽ ഇതെവിടെയാണെന്ന കാര്യങ്ങൾ വന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് നിന്ന് അത് ഇവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ടൊന്ന് നിൽക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു ഒരു മനോഭാവം എനിക്ക് ലഭിച്ചു. എൻ്റെ ഇപ്പോൾ ഒരു ബസ് പോയാലും കുഴപ്പമില്ല, അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാം എന്നൊക്കെയുള്ളൊരു മനോഭാവം എനിക്കുണ്ടായി. പിന്നെ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര അറപ്പുള്ള കൂട്ടത്തിലായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്ത് കാര്യം ചെയ്യണതിനും ഒരു അറപ്പുമില്ല. ആർക്കായാലും എന്ത് കാര്യമായാലും, ഇപ്പോൾ ആരെങ്കിലും ഒരു മോഷണം കുളിച്ച് കിടക്കുകയാണെങ്കിൽ പോലും അവരെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണതിനൊന്നും ഒരു അറപ്പില്ല. അതൊക്കെ ഒരു സന്തോഷത്തോടെ കൂടെ ചെയ്യാനായിട്ട്. ഇപ്പോൾ ആരെങ്കിലും നമുക്കത് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അതെനിക്ക് ചെയ്യണമെന്ന് തോന്നിക്കാൻ ഞാൻ പോയി ചെയ്യും. എനിക്ക് സമയം ഉണ്ടെങ്കിലൊക്കെ ഞാൻ പോയി ചെയ്യും. അങ്ങനെയൊന്നും എനിക്ക് അറപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആത്മീയമായിട്ടും മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ, ഇപ്പോൾ സാമ്പത്തികമായും എന്നെക്കൊണ്ട് എന്ത് പറ്റുന്നോ അത് ഞാൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്കുണ്ടായ അനുഭവങ്ങൾ, പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായത്തിലെ 40-ാം തിരുവചനമാണ്. യേശു മർത്തായോട് പറയുന്ന തിരുവചന ഭാഗമാണ് നാം കേട്ടത്.
അതായത് ഇവിടെ ഈശോ ലാസറിൻ്റെ കല്ലറയിൽ നിന്നുകൊണ്ട്, കുഴിമാടത്തിൽ നിന്നുകൊണ്ട് കണ്ണീർ പൊഴിക്കുന്ന ഈശോയെ നാം കാണുന്നു. അതാണ് സുവിശേഷ ഭാഗം. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ആ കല്ലെടുത്ത് മാറ്റുക. അതായത് ഗുഹാമുഖത്ത് ഒരു കല്ല് വെച്ചിട്ടുണ്ട്, ഈ കല്ലെടുത്ത് മാറ്റുക എന്നാണ് ഈശോ പറയുക. പിന്നീട് അവിടെ നടക്കുന്ന സംഭാഷണം, അവിടെ ദുർഗന്ധമുണ്ടായിരിക്കും കർത്താവെ, ഇങ്ങനെയൊക്കെ സഹോദരിയായ മർത്ത പറയുന്നുണ്ട്. ഇവിടെ ഈ മകളുടെ ജീവിതത്തിൽ ടിൻസി മാർട്ടിൻ തൻ്റെ ജീവിതത്തിലൊരു വലിയ കല്ലായിരുന്നു. അതായത് തനിക്ക് വിവാഹ ജീവിതം അതിനോട് ഒട്ടും ഈ മകൾക്ക് തനിക്ക് അതിനൊരു തീരുമാനമെടുക്കാൻ പോലും പറ്റുന്നില്ല. തൻ്റെ പ്രായക്കാരെല്ലാം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. തൻ്റെ വീട്ടിൽ ഇതൊരു ബുദ്ധിമുട്ടാകുന്നു. അതുപോലെ തന്നെ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ ഒരു കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷനാണ് ഒരു വലിയ കല്ലായിട്ട്, അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്ന നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ, നമ്മുടെ ജപ്തി, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ തടസ്സങ്ങൾ, അതുപോലെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഓരോ കല്ലാണ്. ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ മാതാവ് ഈശോയ്ക്ക് കൊടുത്തിട്ട് ഈശോ ഇതങ്ങ് എടുത്ത് മാറ്റുകയാണ്. അങ്ങനെയാണ് ഇന്ന് ടിൻസി ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ തനിക്ക് വിവാഹ ജീവിതമേ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന മകൾക്ക് ആ കൺഫ്യൂഷൻ മാറിയിട്ട് ആ മകൾക്ക് ഒരു വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു. ഇന്ന് താൻ സന്തോഷവതിയാണ്, സംതൃപ്തയാണ്. തൻ്റെ കൺഫ്യൂഷൻ എല്ലാം മാറുന്നത് ഈ ഉടമ്പടി എടുത്തതിലൂടെ തനിക്ക് കിട്ടിയ ആത്മധൈര്യത്തിലാണെന്നാണ് ഈ മകൾ പറയുക. അങ്ങനെ ഇന്ന് താൻ എങ്ങനെ തൻ്റെ ജീവിതം മുഴുവനും മാറി, ആത്മീയ ജീവിതം എത്രമാത്രം അഭിവൃദ്ധിപ്പെട്ടു. ഈശോയോ കർത്താവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഒരു നേഴ്സായ താൻ ഇതിനു മുൻപൊക്കെ തൻ്റെ ജോലി, തൻ്റെ സമയം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന മക്കൾ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി അവരുടെ സമയം കൊടുക്കുവാനായിട്ട് അവരുടെ പ്രൊഫഷൻ തന്നെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നു. എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഉടമ്പടിയിലാണല്ലോ, ആ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ കൃപകൾ നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളല്ലേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ യുവതീവാക്കളാണ് ഇനി അടുത്ത തലമുറയെ അവരാണ് നയിക്കേണ്ടത്, അവരാണ് ഇനി അടുത്ത തലമുറയുടെ വിധാതാക്കളാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തലമുറയാണ് ഉടമ്പടിയെടുത്ത് കൃപാസനത്തിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് അമ്മയുടെ മധ്യസ്ഥതയിൽ. അപ്പോൾ തീർച്ചയായും ഇതിങ്ങനെ ഒരു ചങ്ങലയായിട്ട്, ഒരു കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായിട്ട് ഇത് കുടുംബ ബന്ധങ്ങളിലൂടെ പോകുമ്പോൾ അമ്മയും ഈശോയും മഹത്വപ്പെടും. തിരുസഭയിലൂടെ അനേകം മക്കൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും, അത് ഇന്ന വ്യക്തികളെന്നില്ല, ഇന്ന ജാതിക്കാരെന്നില്ല, ആർക്കും പിന്നീട് നമ്മൾ സഹായമാകുന്ന, അല്ലെങ്കിൽ ആരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ അവരുടെയൊക്കെ ജീവിതത്തിലെ ഭാരങ്ങൾ നീങ്ങുന്ന ഒരു വലിയ പ്രചോദനമായിട്ട് ഉടമ്പടി മാറുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.